ഞാൻ ഒരു 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 വെളിപ്പാടില ഇന്ന് നിൽക്കുന്നത്. ഇത് ലൈവ് മീറ്റിംഗാ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്നലെ രാത്രി എന്നെ ഒരു ദൈവമനുഷ്യൻ വിളിച്ചു. ആ ദൈവദാസൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ നിപ്പുണ്ട്. ആ വ്യക്തി ഈ കൊച്ചി പട്ടണത്തിലെ സാത്താൻ സഭയുടെ മെയിൻ ലീഡറാണ്. ആമേൻ. ആ വ്യക്തി സാത്താൻ സഭയുടെ ലീഡറായി നിന്നത് കൊച്ചിയിലാണ്, ഫോർട്ട് കൊച്ചിയിലാന്ന്. ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ അടുത്ത മനുഷ്യനുണ്ട്, പക്ഷെ ഇപ്പോ ഞങ്ങളുടെ പ്രയർ ലീഡറാണ്. ഇനി അടുത്തത് കേട്ടോ. എന്നിട്ട് പുള്ളി ആ മനുഷ്യനോട് പറഞ്ഞു, ബിജു പാസ്റ്റർ ഒന്ന് വിളിച്ചേ, അവിടെ ഉപവാസം നടക്കുക, എനിക്ക് ചില കാര്യം ഒന്ന് പറയണം, കേൾക്കണോ നിങ്ങൾക്ക്? പുള്ളി പറഞ്ഞു, കേരളത്തിൽ ഇത്രയും ശക്തമായ സൈറ്റാനിക് വർഷിപ്പ് നടക്കുന്ന ഇടമേതാന്നറിയണ്ടേ? ഫോർട്ട് കൊച്ചിയിലെന്ന്. അതിന്റെ ലീഡറാ പറയുന്നേ. പക്ഷേ അവൻ ഇവിടുത്തെ സഭകളൊന്നും വളരില്ല. അവൻ എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കടന്നു പോകുമ്പോൾ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങൾ കാണുന്ന ഉയർന്നു നിൽക്കുന്ന ചില മരങ്ങളില്ലേ, ആ മരത്തിന്റെ മുകളിൽ പോലും വലിച്ചു കെട്ടിയ തോരണത്തിനകത്ത് പോലും ഞങ്ങളുടെ ആരാധന മൂർത്തികൾ അധിവസിക്കുന്ന ഇടമാ ഫോർട്ട് കൊച്ചി. അവിടെ ഒരുത്തം നിൽക്കുന്നത് പ്രയാസമാണ്. പക്ഷെ എന്നിട്ടും ആ സഭയെ നിർത്തുന്നത് ഒരഭിഷേകമാണെന്ന് ആ ദൂത് ഇന്നലെ കേട്ടപ്പോ ഞാൻ ആത്മാവിൽ നിറഞ്ഞു എന്റെ ദൈവത്തെ ആരാധിച്ചു. ഈ പകൽ വേളയിൽ സ്തുതിക്കുന്നവർ സ്തുതിക്ക്, വെറുതെ അല്ല ദൈവമക്കളെ. ഇവിടെ ആരാധിക്കുന്ന ദൈവജന തിരിച്ചറിയുക, ഈ പട്ടണത്തിൽ വ്യാപരിക്കുന്ന സൈറ്റാനിക് വർഷിപ്പ് ഈ പകൽ ഒതുങ്ങട്ടെ. എത്ര യവനക്കാര് എന്നോടൊപ്പം നിൽക്കാനുണ്ട്, എത്ര ചെറുപ്പക്കാര് എന്നോടൊപ്പം നിൽക്കാനുണ്ട്, എത്ര യവനക്കാരെത്തികൾ, എത്ര ദൈവദാസന്മാർ, എത്ര കുടുംബങ്ങൾ എനിക്ക് കൂടെ നിൽക്കാനുണ്ട്. ഓ ശനാരാധലാന ഹൽക്കനാഥലാന. എന്നിട്ട് കേൾക്കണോ, കഴിഞ്ഞ 3-4 ദിവസമായി ആ മനുഷ്യൻ അവൻ ദൈവദാസന്മാരെ കൊണ്ടുവന്ന്, അഭിഷിക്തന്മാരെ കൊണ്ടുവന്ന് രാത്രി വാഹനത്തിനകത്ത് അവരാരാധിച്ച, അവർ സാത്താനെ ആരാധിച്ച ഓരോ മൂലയ്ക്കും ഓരോ മുക്കിനും ആ മനുഷ്യൻ കൊണ്ട് നടന്ന് വണ്ടിക്കകത്ത് കയറ്റി ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതൊരു ഞങ്ങളുടെ പ്ലേസാ, ഇത് ഞങ്ങളുടെ ആരാധന ഇടമാ. അതിനകത്ത് നിന്ന് അവൻ കൊച്ചി വന്നിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങോട്ട് ഞങ്ങൾ പോകാറില്ല, അവിടെ ഞങ്ങൾ പോകാറില്ല, ഞങ്ങളുടെ വാസം അവിടെയാ. അന്നേരം ഒരു ദൂത മനസ്സിലായി, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കുടുംബം ഒരു ദേശത്തുണ്ടോ. കളിക്കാനല്ല ദൈവമക്കളെ, ചുമ്മാ പറയുകയല്ലെന്നേ, ആത്മാവിൽ കത്താൻ ഈ പകൽ ഏൽപ്പിച്ചുകൂടോ. ഈ 6ാമത്തെ ദിവസം ദൈവം അത് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, ഈ ദൈവദാസന്മാരുടെ മേൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് തനിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. എന്റെ കൂടെ നിൽക്കുന്ന ഈ ദൈവപുത്രന്മാരുടെ മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഒരു വലിയ അഭിഷേകം പ്രാപിക്കട്ടെ. ഈ ദൈവദാസന്മാരുടെ മേൽ ഒരഭിഷേകം ചലിക്കട്ടെ. നോബി പ്രാപിച്ചോ, ഈ പകൽ ദൈവം നിന്റെ മേൽ പകരുക അഭിഷേകം. എന്നോട് ഒടുവിൽ പറഞ്ഞു, ഈ ഉപവാസം തീരുന്നതിന് മുൻപ് ഞാൻ വരും. നമുക്ക് സഭയിലെ ദൈവദാസന്മാർ ഒരുമിച്ച് ഞങ്ങൾ ആരാധിച്ച സ്ഥലങ്ങൾ പോയെന്ന് പ്രാർത്ഥിക്കണം. മറനീക്കി കാണിക്കുന്നതിൻ്റെ പേരാ റെവലേഷൻ അഥവാ വെളിപ്പാട്. ഞാൻ ഇന്നലെ പറഞ്ഞു, സഭ ആരാധിച്ച്
ആത്മതലത്തിലോട്ട് കയറുമ്പോൾ പിശാച് മറച്ചു വെച്ചിരിക്കുന്ന മേഖലകൾ ആത്മാവ് വെളിപ്പെടുത്തി കൊണ്ടുവരും. വായിക്കാം, ഇനി അല്പസമയം തിരുവചനം കേൾക്കാം. തിരുവചനത്തിലൂടെ നമുക്ക് നമ്മുടെ അപ്പനെ ആരാധിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നല്ല ക്ഷീണിതനാണ്, കാരണം എനിക്കൊരു റെസ്റ്റും ഉണ്ടായിട്ടില്ല. 4 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ മാസങ്ങളായിട്ട് കഴിഞ്ഞിട്ടില്ല. നിരന്തരം ശബ്ദമെടുക്കുകയും മീറ്റിങ്ങും ഒക്കെ ആയിട്ട് പോകുന്നു. ഞാൻ ക്ഷീണിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല, കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം കുഞ്ഞുങ്ങളുണ്ട്. ചില സമയത്തൊക്കെ കയറുന്നതിന് മുമ്പ് വരെ ഗതി ഇങ്ങനെ മേലോട്ട് നിൽക്കും. പക്ഷെ കയറിക്കഴിയുമ്പോൾ ഈ വചനമായി നിൽക്കുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കുറയല്ലേ? വായിക്കാം നമുക്ക് 81 സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യം. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ആത്മാവിൽ ഞാൻ വചനം പറയുന്നു. കർത്താവിന്റെ ദാസനായ ദാവീദ് ആത്മനിയോഗത്താൽ ദൂത് പറയുന്നു. 13 വാക്യം കുറിച്ചിട്ടേക്കണം. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എവിടെയാ ഡെലിവറൻസ്? എവിടെയാ വിടുതൽ? എവിടെയാ ഭൂതം പോകുന്നത്? എവിടെയാ കെട്ടുപൊട്ടുന്നത്? എവിടെയാ ബന്ധനം അഴിയുന്നത്? എവിടെയാ രോഗി സൗഖ്യമാകുന്നത്? എവിടെയാ മിറക്കൾ നടക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവൻ ഒരു വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് കയ്യിലൊരു കിതാബും പിടിച്ച് 10 അന്യഭാഷ പറഞ്ഞ് കരം വീശി കൈമേ നിലത്തിട്ട് ചവിട്ടിയാൽ വിടുതൽ നടക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ആർക്കൊക്കെയോ തെറ്റുപറ്റി. അത് പെന്തക്കോസുകാരുടെ ഒരു എഴുതാപ്പുറമുള്ള ഒരു വായനയാ. വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ കറുത്ത പാൻറ് ധരിച്ചത് കൊണ്ടോ കയ്യിലൊരു ബൈബിൾ ഉള്ളത് കൊണ്ടോ പിശാച് വിട്ടു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവൻ അന്ധകാര ശക്തിയെ, അവൻ വൈരിയെ നിന്റെ മുമ്പിൽ പരാജയപ്പെടുത്തണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കണോ, ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കണോ. ഈ 2 കാര്യം നിങ്ങൾ ചെയ്താൽ ഏത് വൈരിയും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. അഭിഷിക്തനെ, ഞാൻ ഈ ദൂത് പറയുന്ന ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടാൽ, എൻ്റെ ജനം എൻ്റെ വഴി നടന്നാൽ നിങ്ങളുടെ വഴി കയറി വരുന്ന വൈരിയെ ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. ദൂത് മനസ്സിലായോ? എൻ്റെ ജനം എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ ജനം എൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്താൽ 13 വാക്യം അല്ലേ 14 വാക്യം, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ. എല്ലാവരും പറഞ്ഞേ, എല്ലാരും പറയുന്നാൽ വേഗത്തിൽ. 2 ദിവസം കഴിഞ്ഞല്ല, 4 ദിവസം കഴിഞ്ഞല്ല, 21 ദിവസത്തിന്റെ 21ാമത്തെ ദിവസം 3 ഹല്ലേലൂയ പറയുമ്പോഴല്ല നിന്റെ വൈരി നിന്റെ മുമ്പിൽ മുട്ടമടക്കുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ വചനത്തിന് നീക്കാൻ, തിരുവചനം കേൾക്കാൻ, തിരുവചനം അനുസരിപ്പാൻ, ദൈവത്തിന്റെ വഴി നടക്കാൻ ഒരുവൻ മനസ്സ് വെച്ചാൽ, ഒരുവൻ തീരുമാനിച്ചാൽ, ഒരുവൻ ദൈവത്തിന് വേണ്ടി കീഴടങ്ങിയാൽ അവന്റെ ശത്രുവിനെ ദൈവം ഇന്ന് പകൽ തോൽപ്പിക്കും. ആമേൻ. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് വളരെ ശക്തിയോടെ ഈ ദൂതന്റെ അകത്തിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ശാസിക്കാനൊന്നും പോകണ്ട, നീ കൽപ്പിക്കാനൊന്നും പോകണ്ട, നീ നിലത്ത് ചവിട്ടണ്ട, നീ തുപ്പി നാട്ടുകാരൻ മുഴുവൻ പോലെ എന്ത് ചെയ്യണ്ട, നാട്ടിക്കൊന്നും വേണ്ട. അവന്റെ വചനം കേട്ട് അവന്റെ വഴികളിൽ നിൽക്കാൻ നീ തയ്യാറായാൽ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും.
ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ, തീ ആമൻ കത്തുമ്പോൾ വെള്ളം തിളക്കുന്നത് പോലെ, തിളക്കുന്ന ദൈവശക്തിയിൽ, തിളക്കുന്ന ദൈവകൃപയിൽ നിനക്കെതിരെ നിൽക്കുന്ന വൈരികൾ ഇന്ന് പകൽ ഓടിപ്പോകുമെന്ന് ദൂത് വിളിച്ചു പറഞ്ഞാൽ ആ ദൂതിനോട് പ്രതികരിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർ കരമടിച്ചോ, കരമുയർത്തിയോ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ നിന്റെ വചനം കേൾക്കുമ്പോൾ praise the Lord, hallelujah. അമ്മ എന്ത് ചെയ്യണം ദൈവമക്കളെ? ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഈ സത്യം തിരിച്ചറിയണം. നമുക്കെതിരെയുള്ള വൈരികൾ, നമുക്കെതിരെ വരുന്ന വൈരികളാകുന്ന ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതിന് നമ്മൾ 21 ദിവസം ഉപവസിച്ച് നടക്കൂ എന്നുള്ള ധാരണ നമ്മൾ അകത്തുനിന്ന് മാറ്റണം. എൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിൽ 38ാമത്തെ ദിവസമാ വൈരി എൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾ വിട്ടേക്കണം. ഉപവാസം ശത്രുവിനെ ഓടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജഡത്തെ കൂടി കീഴടക്കാനാണ്. പക്ഷെ ഒരു കാര്യം ദാവീദ് പറയുകയാണ്, എൻ്റെ ജനം എൻ്റെ വചനം കേട്ടാൽ, അവർ എൻ്റെ വഴികൾ നടന്നാൽ, എൻ്റെ ജനം എൻ്റെ വചനം കേട്ടാൽ, എൻ്റെ ജനം എൻ്റെ വഴി നടന്നാൽ. എല്ലാവരും പറഞ്ഞേ, എൻ്റെ ജനം എന്റെ വചനം കേട്ടാൽ. പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറ, എന്റെ ജനം എന്റെ വചനം കേട്ടാൽ, എന്റെ ജനം എന്റെ വഴികളിൽ നടന്നാൽ അവരുടെ വൈരികളെ ഞാൻ പരാജയപ്പെടുത്തും. ആമേൻ. ഞാനൊരു ദൂത് പറയുമ്പോൾ ദൈവത്തെ സ്തുതിച്ചേക്കണം. ഇന്ന് ഈ ഡെലിവറൻസ് ചർച്ചിലിരിക്കുന്ന, അല്ല ലൈവിലൂടെ കേൾക്കുന്ന ദൈവജന, ദൈവത്തെ കേൾക്കുന്നവരാ, ദൈവ വഴി നടക്കുന്നവരാ. അങ്ങനെ 2 കാര്യം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിന്റെ വൈരികളെ ഈ പകൽ പരാജയപ്പെടുത്താൻ, നിന്റെ വൈരികളെ, നിനക്കെതിരെ നിൽക്കുന്ന, സഭക്കെതിരെ നിൽക്കുന്ന വൈരികളെ എൻ്റെ പൊന്നു ദൈവമക്കളെ, വൈരികൾ നിമിത്തം നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ മനുഷ്യനിൽ ആശ്രയിക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കരുത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുക, വൈരികൾ നിമിത്തം ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രതികൂലത്തെ തരണം ചെയ്യാൻ മനുഷ്യനിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ഒരു വാക്യം നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. 108-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം കുറിച്ചെടുക്കുന്നവർക്ക് വേണ്ടി വളരെ ശാന്തമായി ഞാൻ പറയട്ടെ. 108-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ദാവീദ് പറയുന്നു, ദൈവമേ ഞങ്ങൾക്കെതിരെ വൈരികൾ എഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങൾക്കെതിരെ വൈരികൾ അധികമായിരിക്കുന്നു, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം വേണം. ഞാനൊരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ഇന്ന് പകൽ 6ാമത്തെ ദിവസം എത്ര പേര് പറയും, കർത്താവേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലമായ വൈരികൾക്കെതിരെ ഞങ്ങൾക്കൊരു സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് ആരാധിച്ച്, എനിക്ക് സഹായം വേണം, എനിക്ക് സഹായം വേണം. എൻ്റെ തലമുറക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ കുടുംബ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് സഹായം വേണം, ഞങ്ങൾക്ക് സഹായം വേണം, ഞങ്ങൾക്ക് സഹായം വേണം, ഞങ്ങൾക്ക് സഹായം ഉണ്ടേ പറ്റൂ. കരമുയർച്ച് നല്ലൊരു ആമേൻ പറ. സഹോദരന്മാരെ, പ്രവചിച്ചുകൊണ്ട് പറയട്ടെ, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കൈവെടുത്തു പറ, എൻ്റെ സഹായം എൻ്റെ അപ്പനാന്ന് പറ. എൻ്റെ സഹായം, യെസ്, നിങ്ങൾ പറയുമ്പോൾ തന്നെ, നിങ്ങളുടെ കരങ്ങൾ പിടിക്കുമ്പോൾ തന്നെ ആ കരത്തിലൂടെ ഒരു ദൈവശക്തി വ്യാപരിക്കും. യെസ് യെസ്, ഈ ആലയം മുഴുവൻ ഒരു തീ കത്ത് നിൽക്കുക, ഒരു തീ കത്ത് നിൽക്കുക, ഒരു തീ കത്ത് നിൽക്കുക. ആഴമായി ഞാൻ പറയുന്നു, ഇതിനകത്തൊരു തീ കത്ത് നിൽക്കുക. ഞാനൊന്ന് ഈ മെസ്സേജ് തയ്യാറാക്കി പൊക്കത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വന്നേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മുഖം എന്നെ ദൈവം കാണിച്ചു. ആമേൻ.
എന്നോട് പറഞ്ഞു അവരോട് ദൂത് പറഞ്ഞിട്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാമെന്നു. അതുകൊണ്ട് ശക്തമായി പറയുക സുനിലെ, കർത്താവ് എന്നോട് പറഞ്ഞു നിന്റെ കുടുംബത്തിനെതിരെ ചില ആഭിചാര ക്രിയകൾ നടക്കുന്നുണ്ട്. ഒന്നിന് പുറകെ മറ്റൊന്നായി നിനക്കെതിരെ അനർത്ഥങ്ങൾ കൊണ്ടുവരാൻ ശത്രു വൈരികൾ കെട്ടിവെച്ച ചില കെട്ടുകൾ നാളത്തെ ദിവസമല്ലെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആത്മാവിൽ ഞാൻ പറയുക, ഈ പകൽ വേളയിൽ ആത്മദൂത് പറയുകയോ ചില ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാ. ജീസസ് 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനത് ആത്മാവിൽ പ്രവചിച്ചു പറയുക. ഈ പകൽ വൈരികളെ തോൽപ്പിക്കേണ്ടതിന്, വൈരികളെ നശിപ്പിക്കേണ്ടതിന് ദൈവത്തോട് സഹായം ചോദിപ്പാൻ എത്ര പേർ ഇന്ന് പകൽ റെഡിയാണ്? എന്റെ പൊന്നു ദൈവമക്കളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്നതും പണത്തിന് ചെയ്യാൻ കഴിയുന്നതും ഉണ്ടെന്നേ. സ്തോത്രം. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയോ? ക്ഷമിക്കണം കേട്ടോ, അത് പറയുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് USA ഒരു ഫാമിലി ഒരു മോളെയും കൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അമേരിക്കയിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അവർ വന്നതാ. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാ. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പൊക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു. USA വന്നതാ, ന്യൂയോർക്കിൽ നിന്ന് വന്നതാ. ഡോക്ടറാ. കാശ് വേണോ? ഈ ചർച്ച് മുഴുവൻ വിലക്ക് മേടിക്കാനുള്ള കാശുണ്ട്. ട്രീറ്റ്മെന്റിനാണോ കാശില്ലാത്ത? ഏത് ഡോക്ടർ വേണം? കാണിക്കാനുണ്ട്. പക്ഷേ അവിടെയൊന്നും കാണിച്ചിട്ടും തീരാത്ത ഒരു വിടുതൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആലയത്തിന് നടുവിൽ കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം കേൾക്കണോ? ആ മുകളിൽ കൊണ്ടുപോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10 അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോ ആത്മാവിൽ കൈയടിച്ചാരാധിക്കാൻ തുടങ്ങി. ആ ശബ്ദം നിങ്ങൾ താഴെ കേട്ട് കാണും. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ഈ കുട്ടിക്കാണോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്? അവർ പറഞ്ഞു, ഭാഷേ ഇത് ദൈവകൃപയാ, ഇത് ദൈവകൃപയാ. പണം കൊണ്ട് എടുക്കാൻ കഴിയാത്തത്, പണത്തിന് വിടുവിക്കാൻ കഴിയാത്തത് ദൈവകൃപയാൽ ഈ പകൽ എന്റെ ദൈവം ചെയ്യുമെന്ന് ദൂത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ സ്തുതിച്ച് ഉടകൽ കെട്ടി കടകച്ചാരി കട്ടക്ക ഉടകച്ചാനം മണ്ടക്കത്തി കടകച്ചാരി ഉടകച്ചാന കട്ടക്കടകം ദൂരപരത്തി വട്ടംതി അന്തക്കട്ടം ചാരക്കട്ടം കടകത്തി അന്തലവേദം വീത ആൾക്കാർ അന്ത ചൂടിക്കട്ടി കടകച്ചാരി അന്തലവട്ടം ചൂടന്തി അൽക്കക്കട്ടം ചൂടവന റൂടക്കട്ട കടകന്തി റീബലവശം ഉടകച്ചാരി വണ്ടബലറ്റം റൂടപരത്തി അൽക്കാരാജ ഊടപരത്തെ റീബക്കാരി ഉടകച്ചാരി അന്തലവട്ടം ഊടാചാന Ribarande Alcaraja Uda Rati Alcaride Orikalamattam Chudabaratam Vidavana Alkakatam Janagatari Katamdi Esuvin Athigaramula Namatil Kartave Enda Sabaikadine Enda Hama Kudamangal Kadine Sucha Pisa the Ketila in the Bagana Potikio. Swatra സ്തോത്രം. ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ മക്കളെ, ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. അഭിഷിതന്മാരെ, നമ്മളോടുള്ളൊരു ദൂത, ഇതങ്ങ് പിടിച്ചേക്കണം. ദാവീദിന്റെ കയ്യിൽ അപ്പനേൽപ്പിച്ച കുറെ ആടുണ്ട് മക്കളെ. ആ ആടിൽ ചിലതിനെ കരടിയും സിംഹം കൊണ്ടുപോയപ്പോ ജർമ്മനിയിൽ നിന്ന് റൈനാ പോങ്കെ വിളിച്ചിട്ടല്ല ആടിനെ അതിന്റെ വായിന്ന് വിടുവിച്ചത്. അഭിഷേകമുള്ള ദാവീദ് തന്നെയാണ്. ദൂത മനസ്സിലായി. നമ്മുടെ ഇതിനകത്ത് നിന്ന് ഒരുത്തനെ കൊണ്ടുപോയെങ്കിൽ അതിനെ വിടുവിക്കാനുള്ള അഭിഷേകം ദൈവം നമ്മുടെ മേലാ പകർന്നിരിക്കുന്നത്. വരുന്നവന്റെ മേലല്ലെന്നേ, അവൻ പുറത്തുനിന്ന് വരുന്നവന്റെ മേൽ അല്ലെന്നേ. അവര് വരട്ടെന്നേ, അവര് പോകട്ടെന്നേ. പക്ഷെ ദൈവം ഏൽപ്പിച്ചത് ഇതിനകത്തിരിക്കുന്ന ദൈവദാസന്മാരുടെ മേലോ, ഇതിനകത്തിരിക്കുന്ന ദൈവദാസിമാരുടെ മേലോ. ദൈവം നിങ്ങളെ പകർന്നത് ചിലതിനെ തിരിച്ചു പിടിക്കാൻ.
എത്ര പേർ എന്നോടൊപ്പം ഡിക്ലെയർ ചെയ്ത് പറയും, എൻ്റെ ആടിനെ കൊണ്ടുപോയത് ഞാൻ തിരിച്ചു പിടിക്കും, എന്റെ കുടുംബത്തുനിന്ന് കൊണ്ടുപോയതിനെ ഞാൻ തിരിച്ചു പിടിക്കും, എന്റെ സഭക്കകത്തുനിന്ന് കൊണ്ടുപോയതിനെ ഞാൻ തിരിച്ചു പിടിക്കും, കൂട്ടായ്മക്കകത്തുനിന്ന് പോയതിനെ, അഭിഷേകത്തിൽ നിന്ന് പോയതിനെ, ദൈവകൃപയിൽ നിന്ന് പോയതിനെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പോയതിനെ ഞാൻ തിരിച്ചു പിടിക്കും, ഞാൻ തിരിച്ചു പിടിക്കും. ഓ ഓ ഓ ഈ 6-ാമത്തെ ദിവസം തിരിച്ചു പിടിക്കുന്ന പകല, ഈ 6-ാമത്തെ ദിവസം തിരിച്ചു പിടിക്കുന്ന പകല. ദൈവദാസിമാരെ പ്ലീസ് പ്ലീസ് പിടിക്കുക 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 പിടിക്കുക, തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, ആരാധിച്ച് തിരിച്ചു പിടിക്കുക, അഭിഷേകത്തോടെ തിരിച്ചു പിടിക്കുക, ദൈവകൃപയോടെ തിരിച്ചു പിടിക്കുക. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. കൊണ്ടുപോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുട്ടുമടക്കിക്കോ. അമ്മേ, ഞാനിങ്ങനെ പറയാ, ദാവീദ് ചെന്നു, മക്കളെ ഇതൊക്കെ ഭയങ്കര ദൂതാകട്ടോ. 21 ദിവസം ഉപവാസം വെച്ചിട്ട് 21-ാമത്തെ ദിവസം പോയി പിടിക്കാമെന്നല്ല ദാവീദ് പറഞ്ഞേ, പോയതിൻ്റെ പുറകെ പോയി. ഞാൻ ഇതിനകത്തുനിന്നൊരു മർമ്മം പറയാം. ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. എന്നാ പറഞ്ഞേ? അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇടയ ചെറുക്കനായിരിക്കുമ്പോഴും അഭിഷേകം തല വീണപ്പോൾ മുതൽ തൻ്റെ അകത്തൊരു ബോധ്യം കിട്ടി, എനിക്ക് ചിലത് പിടിക്കാൻ ഒക്കുന്നു. ഇത് കിട്ടിയവരുണ്ടോ? ചാടി എഴുന്നേക്ക്. ഇത് കിട്ടിയവരുണ്ടോ? ശക്തിയോടെ ആരാധിക്ക്. ഇത് കിട്ടിയവരുണ്ടോ? ഈ അഭിഷേക തൈലം എൻ്റെ മേൽ കിട്ടി, ഈ അഭിഷേക തൈലം എൻ്റെ മേൽ വീണിട്ടുണ്ട്. കേവലം ഒരു സാധാരണ അഭിഷേകമല്ല, അഭിഷേക തൈലം എൻ്റെ മേൽ വീണതുകൊണ്ട് എനിക്ക് തിരിച്ച് പിടിക്കാൻ കഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരു പ്രഭാതമായി മാറട്ടെ, അത് തിരിച്ചു പിടിക്കുന്ന ഒരു പകലായി മാറട്ടെ. എൻ്റെ മേൽ വീണ അഭിഷേകം വെറും എണ്ണയുടെ അഭിഷേകമല്ല, വെറും എണ്ണ തേച്ചവന്റെ അഭിഷേകമല്ല. എൻ്റെ മേൽ വീണ അഭിഷേകം ചിലതിനെ തിരിച്ചു പിടിക്കാൻ എനിക്കൊരു കഴിവ്, എനിക്കൊരു കൃപ, ഒരഭിഷേകം ദൈവം എനിക്ക് തന്നിട്ടുണ്ടോ? ഡെലിവറൻസ് ചർച്ചിനകത്തുനിന്ന് കുറെ ദൈവമക്കളെ വാർത്തെടുക്കാനല്ല ഈ സഭ. പകരം പ്രാർത്ഥിച്ചുകൊണ്ട് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നപ്പച്ച, എനിക്ക് ഈ ഫോട്ടോ വെച്ചിൽ ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യണം, അതിനൊരു പേര് എനിക്ക് തരണം. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം തന്ന ഒരു നെയ്മ ഇവാഞ്ചലിസം ബൈ ഫയർ. ആമേൻ. ഇവാഞ്ചലിസം ബൈ ഫയർ. ഞാനതെടുത്തിട്ട് ഡെലിവറൻസ് ബൈ ഫയർ എന്നാക്കി. അതായിരുന്നു ഫാസ്റ്റ് മീറ്റിംഗ്. എന്നോട് തമ്പുരാൻ പറഞ്ഞു, ഡെലിവറൻസ് ചർച്ച് എന്ന് പറഞ്ഞ് അങ്ങ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം മുദ്ര വെച്ചു. ഇത് ഡെലിവറൻസ് ചർച്ച. ഇതിനകത്ത് കുറച്ച് മന്ദബുദ്ധികളെ വാർത്തെടുക്കാനല്ല ദൈവം ഇതിനകത്ത് നമ്മെ കൊണ്ടുവന്നത്. ഇതിനകത്തുനിന്ന് ഒരു പറ്റം ആത്മാവി കത്തുന്ന, ആത്മാവി തീപിടിക്കുന്ന, ആത്മാവി
Oh, ഞാന് ഒരു ദൈവശബ്ദം കേൾക്കുന്നത് കൊണ്ട് നിങ്ങളോട് പറയാ കേട്ടോ. ആത്മാവ് എന്നോട് പറയുന്നു, ഈ പുൽപ്പിറ്റിൽ നിന്ന്, ഈ ചർച്ചിൽ നിന്ന് ആത്മാവിന്റെ തീയോടെ പ്രസംഗിക്കാൻ ഈ 6ാമത്തെ ദിവസം ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ ഒരഭിഷേക തൈലം എന്ന ദൈവം ഒഴിക്കുമെന്ന് ആ ദൂതനോട് പ്രതികരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ച് ഏറ്റട. ഇതിനകത്തുനിന്ന് ഒരു പട്ടം അഭിഷിക്തന്മാർ, ഇതിനകത്ത് നിന്ന് ഒരു പട്ടം തീയോടെ. ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സമയം തോട്ടത്തിൽ ഇറങ്ങി വീശണമേ. വടതിക്കാറ്റേ, തെന്നിക്കാറ്റേ, ആമേൻ, നിന്റെ തോട്ടത്തിൽ വീശണമേ. നിർത്തരുത്, നിർത്തരുത്. അന്യഭാഷ പറഞ്ഞ് നിർത്തരുത്. ഇരുള് മാറട്ടെ, ഇരുള് മാറട്ടെ, കാർമേഘങ്ങൾ മാറട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ മാറട്ടെ. കൈപ്പത്തി പോലെ ഒരു മേഘം ഉയരട്ടെ, കൈപ്പത്തി പോലെ ഒരു മേഘം ഉയരട്ടെ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് തന്നെ തോന്നണം, നമ്മുടെ മേൽ പകർന്ന അഭിഷേകം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ളതാണ്. നിരാശപ്പെടരുത്. എല്ലാരും പറ, രണ്ടുപേരോട് പ്രവചിച്ചു പറ, നിരാശപ്പെടരുത്. ശത്രു കൊണ്ടുപോയത് തിരിച്ചു പിടിക്കാനുള്ള അഭിഷേകം എന്റെ മേലുണ്ട്. നമ്മുടെ ആലയത്തിൽ നിന്ന്, നമ്മുടെ കൂടാരത്തിൽ നിന്ന് ശത്രു കൊണ്ടുപോയതിനെ ഇന്ന് മക തിരിച്ചു പിടിക്കുക. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും, യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല? വൈരിയുടെ നേരെ ഞങ്ങൾക്ക്, വാക്യമിട്, 108:12, വാക്യം മറക്കല്ലേ, 108:12. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. മനുഷ്യന്റെ സഹായം എന്താ? വ്യർത്ഥ. അത് ആരുണ്ടെന്ന് പറഞ്ഞാലും അത് വ്യർത്ഥമാതേ മക്കളെ. എനിക്ക് ഇന്നിന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിടിപാടുള്ളവർ, എന്തിന്? ചുമ്മാ പറയുക, അത് വ്യർത്ഥമാന്നേ, അത് വ്യർത്ഥമാ. വിശുദ്ധ വേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിൻ്റെ നടുവിലത്തെ പുസ്തകമാണ് 118-ാം സങ്കീർത്തനം. അതിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിലത്തെ ഭാഗ്യം ഏതാ നിങ്ങൾക്കറിയാമോ? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ.
വെളി വരെ പോയുള്ളൂ. അന്ധകാരൻ അടി വരെ പോട്ടെ. ഒന്നുകൂടി ഇരുന്നാട്ടെ. നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞേ. ഇങ്ങനെ അങ്ങ് പോണം. എങ്ങനെ? ഇങ്ങനെ അങ്ങ് പോണം. എങ്ങനെ? ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 13:1-2 വാക്യം ഒന്ന് വായിച്ചേ. എങ്ങനെ പോണം? എങ്ങനെ പോണം ഉപവാസ പ്രാർത്ഥന? അന്ത്യോക്യയിലെ സഭയിൽ ഉപവാസ പ്രാർത്ഥന എങ്ങനെ പോണമെന്ന് വായിച്ചോ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാർ ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അടുത്ത വാക്യം. അവർ കർത്താവിനെ എന്ത് ചെയ്തു? ആരാധിച്ചു. അപ്പൊ ഉപവസിക്കുമ്പോ എങ്ങനെ പോണം? ആരാധിച്ചും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും വചനം കേട്ടും പോണം. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോ എങ്ങനെ പോണം? ഉപവസിച്ചും ആരാധിച്ചും ഉപവസിച്ചും ആരാധിച്ചും. അപ്പോൾ ഉപവാസത്തിൻ്റെ അകത്ത് ആരാധന വേണം, വചനം വേണം, വചനം വേണം, ആരാധന വേണം. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് ചില സഭയിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലെ സതീശൻ്റെ കട പോലെയാ. ജോലിക്കറിയാം. അങ്ങനെ എന്നറിയാം, ഈ പുട്ടുകുത്തത്തില്ലേ, പുട്ടുണ്ടാക്കുമ്പോൾ അറ്റത്തും രണ്ടറ്റത്തും തേങ്ങയിടും. എന്തിടും? തേങ്ങയിടും. കുത്തിയിട്ട് ആ തേങ്ങ ചിരണ്ടി എടുക്കും. എന്നിട്ട് അടുത്ത പുട്ടിനിടും. അതിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ തേങ്ങ ഇട്ടിട്ട് പുട്ട് വേവിച്ച് കഴിയുമ്പോൾ ആ തേങ്ങയുടെ ഒരു ഇളം റോസ് കളറ് വരും പുട്ടിലെ. ഇതെങ്ങനെയാ ഭാഷ കണ്ടുപിടിച്ചെന്നല്ലേ? ഇതൊക്കെ തൂതാ. എന്നിട്ട് ഈ ഇളം റോസ് കളറ പുട്ടിൻ്റെ രണ്ടറ്റത്തും വരുമ്പോൾ ആ തേങ്ങ എടുത്തിട്ട് അടുത്ത പുട്ടിലിടും. അപ്പൊ തിന്നുന്നവർക്ക് പീര ഉണ്ടെന്നുള്ള ഒരു തോന്നൽ. പലരും തിന്നുന്നത് ഇങ്ങനെയാ. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. ഓരോ കഷണത്തിനും പീരങ്ങ് ഇട്ടങ്ങ് കുത്തും. അമ്മ വീട്ടിൽ പുട്ടുണ്ടാക്കുന്ന അങ്ങനെയാണോ? ആണോ? സത്യം പറയണം. രണ്ടറ്റത്ത് വിടുവോ? ചിരണ്ടി എടുക്കുവോ? അല്ലെങ്കിൽ ഓരോ കഷ്ണത്തിന് വിടുവോ? ആമേൻ. മക്കളെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന നല്ല ഭാര്യമാരും അമ്മമാരും എന്ത് ചെയ്യും? ഒരു കവളെടുത്തിട്ട് ഇങ്ങോട്ട് പുട്ട് ആമേൻ ആ കുഴയുടെ അകത്തിടും. എന്നിട്ട് തൊട്ടടുത്ത പാത്രത്തിൽ നിന്ന് ഒരു ഇച്ചിരി പീരി എടുത്ത് അതിടും. എന്നിട്ട് പിന്നെ ഒരെണ്ണം ഇടും. അങ്ങനെ ഒരു കണം നിറക്കുമ്പോൾ 4 കഷ്ണം പുട്ട്. 4 കഷ്ണം പുട്ടിന് 3 സ്ഥലത്ത് പീര. എന്തൊരു രസമാ! കടല വേണ്ട, ചിക്കൻ വേണ്ട, മട്ടൻ വേണ്ട. ഉപവാസത്തിനകത്തുനിന്ന് പോരാട്ടം കയറി എന്ന് പറയരുത്. ജൈനി സ്തോത്രം പറയുന്നതിന് മുമ്പ് സ്തോത്രം, ഞാനത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്തോ ആകട്ടെ, ഇതിനെ ജയിക്കാൻ കൂടിയാണല്ലോ ഈ ഉപവാസ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ ഈ ആശയം പറഞ്ഞതെന്നറിയാമോ മക്കളെ? ഈ കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന് ഈ 2-3 മണിക്കൂർ ഇരിക്കുമ്പോൾ പാട്ട് വേണം, ആരാധന വേണം, വചനം വേണം, പ്രാർത്ഥന വേണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ സഭ പോയ എന്ത് നിറവായിരിക്കും. ഒരു പാട്ട് പാടുക, അല്പസമയം പ്രാർത്ഥിക്കുക, അല്പസമയം വചനം കേൾക്കുക. ഇതായിരിക്കണം നിറവിന്റെ സഭ. അപ്പൊ നമ്മളെവിടെയാ വരുന്ന മക്കളെ? മനുഷ്യന്റെ സഹായം. എല്ലാരും പറ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമാ. മനുഷ്യനെ സഹായിക്കാൻ, അവന്റെ സഹായം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കല്ലേ, ചതിച്ചു കളയും. പ്ലീസ് ആത്മാർത്ഥത്തോട്ട് പറയുക, നിങ്ങളുടെ ഏത് വിഷയത്തിനും നിങ്ങളെ സഹായിപ്പാൻ എൻ്റെ അപ്പന് കഴിയും. എൻ്റെ അപ്പന് കഴിയും. ഒരു വചനം എൻ്റെ ഉള്ളത്തിൽ വരുന്നുണ്ട്. ഞാൻ ആ റെഫറൻസ് കൃത്യമായിട്ട് താൻ തന്നെ പരീക്ഷ സഹിക്കാൻ, പരീക്ഷ സഹിക്കുന്ന എബ്രായർ 2:18 പ്ലീസ് ഒന്ന് നോക്കാവോ ആരെങ്കിലും? താൻ തന്നെ പരീക്ഷിതനായി. എബ്രായർ എത്രയാ? 2:18 ആ വാക്യം തന്നെ എന്ന് വായിച്ചേ. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആരാണെന്നറിയണ്ടേ? ഗതസമനത്തോട്ടം മുതൽ
വേദന സഹിച്ചും ഗബതയിൽ വെച്ച് താടിരോമം പിഴുതു പറിച്ചും തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റിയും 1 പ്രാവശ്യം കോലിനാണടിക്കയും പച്ചപ്പൈമര കുരിശെടുത്ത തോളിൽ വെച്ച് ആമേൻ എല്ല് കഷ്ണങ്ങൾ കൂട്ടിയിട്ട ചമ്മട്ടി വാറുകൊണ്ട് ഉഴവ് ചാല് പോലെ കീറി മുറിക്കപ്പെട്ട വീണും എഴുന്നേറ്റും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും അപമാനപാത്രമായും കണ്ടാലാളല്ല എന്ന് തോന്നുമാറും വിരൂപമായി അറവുശാലയിൽ തൂങ്ങിക്കിടന്ന പശു മാംസം പോലെ കിടന്ന ഒരുവനില്ലേ, മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനില്ലേ, അവനുണ്ട് നിന്നെ സഹായിപ്പാൻ. ഏറ്റെടുത്തോ. മനുഷ്യൻ വേണ്ടെന്നേ കരം അടിച്ചു പറതയോ മക്കളെ. എന്തിനാ മനുഷ്യൻ? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ വേണ്ടെന്നേ. എന്നെ സഹായിപ്പാൻ, എന്റെ കുടുംബത്തെ സഹായിപ്പാൻ, എന്റെ തലമുറയ്ക്ക് വേണ്ടി സഹായകരം നീട്ടാൻ എന്റെ തമ്പുരാൻ എനിക്കുണ്ട്. സന്തോഷമാണോ? ഞാനൊരു കാര്യം ഒന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാ. സഹായിപ്പാൻ ദൈവമുണ്ടെന്ന് പറഞ്ഞ് ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കരുത്. സഹായം ചോദിക്കണം. സഹായം ചോദിച്ചാലേ ചെയ്യും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. കാരണം എന്നേക്കാൾ അധികം പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എന്നേക്കാൾ അധികം പ്രാർത്ഥിക്കുന്നവരും എന്നേക്കാൾ അധികം വിശുദ്ധിയോടെ ജീവിക്കുന്നവരും ദാ ഈ ആലയത്തിനകത്തുണ്ട്. അല്പമായ കോപവും അല്പമായ ചെറിയ മാനുഷികമായ ബലഹീനതകളൊക്കെ ഉള്ള എനിക്ക് സഹായിപ്പാൻ ചോദിച്ചപ്പോഴൊക്കെ സഹായം നീട്ടിയെങ്കിൽ എന്നേക്കാൾ എത്രയോ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാ നിങ്ങൾ. നിങ്ങളെ ദൈവം കൈവിടുമോ? നിങ്ങളെ ദൈവം പറക്കുമോ? നിങ്ങളെ ദൈവം സഹായിക്കാതിരിക്കുമോ? കരമുയർത്തിക്കൊണ്ടുവരോ, എന്നെ സഹായിപ്പാൻ എന്റെ ദൈവം ഇറങ്ങി വരും. സഹായം ചോദിക്കണം. സഹായം അടുത്ത ആളോട് പറ, ചോദിച്ചാലേ തരും. ചോദിച്ചാലേ ഒരല്ലോ. പ്രത്യേകിച്ച് മലയാളികൾക്ക് ചോദിക്കാൻ ഭയങ്കര മടി മാത്രമല്ല, ഭയങ്കര ഒരു ഈഗോ പ്രശ്നമാണ്. ചോദിക്കാൻ ഒരു മടിയാ. ഒരു രാജാവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മടിയുമില്ലാതെ ദൈവത്തോട് സഹായം ചോദിച്ച ഒരു രാജാവ്. എപ്പോഴാണെന്നറിയണ്ടേ? തനിക്കെതിരെ വൈരികൾ അണിനിരന്നപ്പോൾ ഒരു ശത്രുവല്ല, 2 കടൽക്കരെ വലിയ ജനസമൂഹം വൈരികളായി തനിക്കെതിരെ എഴുന്നേറ്റപ്പോ മുഴങ്കാല് മടക്കി ധൈര്യസമേതം സഹായം ചോദിച്ചു. ആരാന്ന് പറയാവോ? യഹോശാഫാത്ത്. 2 ദിനവൃത്താന്തം 20 21 20:1. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ യമൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻ ഗതി എന്ന ഹസസോൻ. ഒരു വലിയ ജനസമൂഹം കടലിനക്കരെ നിന്നുകൊണ്ട് നിന്റെ നേരെ വരുന്നു. അടുത്ത വാക്യം. ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻ ഗതി എന്ന ഹസസോൻ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. ചോദിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദിയായിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അടുത്തത് യഹോവയോട് സഹായം ചോദിപ്പാൻ. ഇതെന്റെ പ്രസംഗത്തിൽ ഇല്ലാത്തൊരു സബ്ജക്റ്റാ, കേറി വന്നതാ. യഹോവയോട് എന്ത് ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്കും എൻ്റെ കുടുംബത്തിനും
ഒരു സഹായം ദൈവത്തിൽ നിന്ന് വേണം എന്ന് മാത്രം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് എഴുന്നേറ്റിരുന്നേ. ഞാൻ പറഞ്ഞ ആ വ്യക്തികൾ മാത്രം. ഞാനൊരു പ്രത്യേക വിഷയത്തിൽ ദൈവത്തോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളവർ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. വീട്ടു പാസ് ഒന്ന് വന്നേ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങൾ ഇതൊരു ആത്മനിയോഗമാണ്. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ഒരു മൈക്കെടുത്ത് ദൈവം ഒരു വിടുതൽ ഇന്നഴക്കും. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവിൻ്റെ ദാസൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ദൈവത്തോട് സഹായം ചോദിക്കുന്നെങ്കിൽ ഈ 6-ാമത്തെ ദിവസം ഈ ആലയം വിട്ട് പോകുന്നതിന് മുമ്പ് ലൈവിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണോ, നിങ്ങളുടെ ജോലി വിഷയത്തിന് വേണ്ടിയാണോ, നിങ്ങളുടെ ബിസിനസ്സിന്റെ വിഷയത്തിന് വേണ്ടിയാണോ, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ദൈവത്തോട് സഹായം ചോദിക്കുന്നത് ആ വിഷയത്തിന് മേൽ ദൈവം ഇന്ന് സഹായത്തിന്റെ കരം നീട്ടും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിച്ചേ. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഏത് വിഷയത്തിൽ നിന്റെ മക്കൾ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയവുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുവോ ആ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം ശാശ്വതമായൊരു വിടുതൽ, പരിപൂർണമായൊരു വിടുതൽ, ഒരു ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവരും ഇരുന്നാട്ടെ. ആമേൻ. സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം അത് ചെയ്തു കഴിഞ്ഞെന്ന്? ആമേൻ. അതങ്ങനെ തന്നെയെന്ന് വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്നവർ കരം തൊട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു പറ. എൻ്റെ ദൈവം എനിക്ക് സഹായം അയച്ചു. എൻ്റെ തലമുറക്ക് വേണ്ടിയോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, ചോദിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൻ്റെ മേൽ ഈ 6-ാമത്തെ ദിവസം ദൈവം സഹായത്തിന് വേണ്ടി അപ്പൻ്റെ കരം നീട്ടിയെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ദൈവം അത് ചെയ്തു. നിന്നെ സഹായിപ്പാൻ ആകാശമേഘങ്ങളിലൂടെ ആകാശം ചായിച്ച് ഒരുവൻ ഇറങ്ങി വരുന്നു. മീക പ്രവചനത്തിൽ പറയുന്ന പോലെ സൈന്യങ്ങളുടെ നായകൻ ആകാശം ചായിച്ച് അവൻ ഇറങ്ങി വരുന്നു. ആമേൻ. 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 യഹോവയോട് എന്ത് ചോദിപ്പാൻ? സഹായം ചോദിപ്പാൻ. അവർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ഒരു കാര്യം, സഹായം ചോദിക്കുന്ന നല്ലതാ. സഹായം ചോദിക്കുന്ന നല്ലതാ. ഒരു കാര്യം കുറിച്ചു വച്ചേക്കണം. ഈ സഹായം ചോദിക്കുമ്പോഴേ ദൈവത്തോട് നമ്മൾ അങ്ങോട്ട് പറയണം, എനിക്കും കഴിവില്ല, എൻ്റെ കൂടെ ഉള്ളവർക്കും കഴിവില്ല, അങ്ങേക്ക് മാത്രമേ കഴിവൂ. ഇത് പറയാതെ സഹായം ഇങ്ങോട്ട് വരത്തില്ല. ഇത് മനസ്സിലായോ? ഞാനും എൻ്റെ കൂടെ കുറച്ച് സഹോദരന്മാരും എല്ലാവരും കൂടി ആലപ്പുഴക്ക് പോകുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന സുനിൽ പുയ്യാപ്പച്ചൻ, ബില്യങ്കളും സാംസൺ ചേട്ടൻ, നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ ചേട്ടൻ സാംസൺ ചേട്ടനും സഞ്ചരിച്ച ബൈക്ക് ആക്സിഡന്റ് ആകുന്നത്. സാംസൺ ചേട്ടൻ അടിച്ച് റോട്ടിൽ വീണു. തലച്ചോറ് 3-4 ഭാഗമായിട്ട് പൊട്ടി അകത്ത് വിണ്ടുപോയി. ബ്ലഡ് എല്ലാം വയറ്റിൽ വന്നു. കണ്ണെല്ലാം പുറത്തോട്ട് തള്ളി. ആള് തീർന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തത്തിൽ നിന്ന് ഹൈവേ നിന്ന് കോരിയെടുത്ത് വണ്ടിയുടെ അകത്ത് കയറ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ട് അതേ സ്ട്രെച്ചറിൽ മുറ്റത്തിട്ടു. ആരും നോക്കിയില്ല. അത് പറഞ്ഞു ആ പുള്ളി മരിച്ചുപോയി.
ഞാൻ ഉടനെ ജോഷി പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഞാൻ കരഞ്ഞുകൊണ്ടാ പറയുന്നേ, സാംസൺ ചേട്ടൻ ഞങ്ങളെ വിട്ടു പോയി. ആര് പറഞ്ഞോടാന്ന് ചോദിച്ചു. ഞാൻ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. പാസ് ഹല്ലേലൂയ. എനിക്ക എന്താ ഈ ചെയ്യുന്ന എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാസ് എന്താ ഈ ഹല്ലേലൂയ പറയുന്നേ? എടാ അവരെന്തു പറഞ്ഞു? രക്ഷയില്ലെന്ന് പറഞ്ഞു. എന്നാ രക്ഷപ്പെട്ടടാ, എന്നാ രക്ഷപ്പെട്ടടാ. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. പിന്നെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവര് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മുടെ ദൈവം? അവർ കൈവിട്ടെങ്കിലല്ലേ നമ്മുടെ ദൈവം കൈവെക്കും. ദൂരെ മനസ്സിലായോ? ഏതെങ്കിലും വിഷയം മനുഷ്യൻ കൈവിട്ടോ, ഏതെങ്കിലും വിഷയം നടക്കില്ലെന്ന് പറഞ്ഞു, ആ വിഷയത്തിന്റെ മേലോ ദൈവകരം വെക്കുന്നത്, ദൈവകരം ശലിക്കപ്പെടുന്നത്. ജീസസ്. ഇനി ഏതായാലും ഇത്ര ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈവിലൂടെ കേൾക്കുന്നവർക്കൊക്കെ ഇത് തീർത്തും കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നൊരു ചിന്ത വരും. ആ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അനക്കമൊന്നുമില്ല, പൾസൊന്നുമില്ല, ആള് പോയി. ഞങ്ങൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഞാനിവിടെ നമ്മുടെ സഹോദരന്മാരോട് എല്ലാം പറഞ്ഞു. ഇവരെല്ലാം വണ്ടിയെടുത്ത് നേരെ ആലപ്പുഴക്ക് വന്നു. ഇതിങ്ങനെ സ്ട്രെച്ചറിന് പുറത്ത് കിടക്കുക, ബ്ലഡിൽ കുളിച്ച് കിടക്കുക. പക്ഷെ പാസ്റ്റർ പറഞ്ഞ ഈ വാക്ക് എൻ്റെ അകത്തൊക്കെ കത്തുകയ. എടാ, അവർ കൈവിട്ടാലല്ലേ ദൈവം കൈവെക്കൂ. ആംബുലൻസിനകത്ത് കയറ്റി തിരിച്ചു കൊച്ചിക്ക് കൊണ്ടുവന്നു. വരുന്ന വഴിക്കാ നമ്മുടെ ചില സഹോദരങ്ങൾ ആ ആംബുലൻസിനകത്തുണ്ട്. വരുന്ന വഴിക്കാ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊന്നനാണോ ഷാജനാണോ എന്ന് എനിക്കറിയത്തില്ല, ആ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞു, പാസ്റ്റേ നമ്മുടെ ദൈവം ജീവിക്കുന്നവനല്ലേ പാസ്റ്റേ. പാസ്റ്റ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടി കൈവച്ച് പ്രാർത്ഥിച്ചു. ഏറ്റവും കാലിൻ്റെ അവിടെ ഇരിക്കുന്നത് എനിക്കൊന്ന് ഷിബു പാസ്റ്റർ ആറ്റുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ബിജു പാസ്റ്റേ സാംസൺ ചേട്ടൻ്റെ തള്ളവിരൽ ചലിച്ചു. അപ്പൊ ഈ ആംബുലൻസിന്റെ ഡ്രൈവർ പറഞ്ഞു, ചേർത്തല ആലപ്പുഴ കഴിഞ്ഞ് കലവൂരെത്തി. ബ്രദറെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ദാണ്ട് ഇവിടെ നിന്ന് നേരെ നമുക്ക് വൈക്കം ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലോട്ടൊന്ന് കയറ്റിയാലോ? കയറ്റാന്ന് പറഞ്ഞു. ബ്ലഡ് കയറി ഇതെല്ലാം കൂടി തലച്ചോറിൽ വന്ന് കണ്ണെല്ലാം ബ്ലഡ് കൊണ്ട് ഇങ്ങനെ വീർത്ത് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചോര പോയിക്കൊണ്ടിരിക്കുക വായിന്ന്. ചത്ത് സ്ട്രെച്ചറിൽ കിടന്ന മനുഷ്യൻ ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിൽ കൊണ്ട് അകത്ത് കയറ്റിയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എവിടെന്നാ കൊണ്ടു തന്നെ? മെഡിക്കൽ കോളേജിൽ നിന്ന്. അവരെന്ത് പറഞ്ഞു? രക്ഷയില്ല, ആള് പോക്കാന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്താ ഇയാളുടെ പേര്? ഞാൻ സത്യത്തിൽ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഈ ചത്ത് കിടക്കുന്ന, മരവിച്ച് കിടക്കുന്ന ജീവനാത്ത ആളുടെ പേര് വിളിച്ചിട്ടെന്നാ? ഞാൻ പറഞ്ഞു, സാംസൺ. ഇട്ടിട്ട് കഴിഞ്ഞു സാംസൺ എന്ന് പറഞ്ഞതും രണ്ട് കൈയും പൊക്കി. സെക്കൻഡുകൾക്കുള്ളിൽ സർജറിക്ക് കയറ്റി. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ബ്ലഡ് കൊടുത്തു. ആമേൻ. തൻ്റെ സർജറി കഴിഞ്ഞ് താൻ തിരിച്ചു വന്ന് വീണ്ടും ഷിപ്പിൽ ജോലിക്ക് കയറി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ പറയിപ്പിക്കാനല്ല, നമ്മെ സഹായിപ്പാൻ ഒരു അപ്പനുണ്ട്. ഇത് കുറിച്ചു വെച്ചോ, നിന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ട്. അവൻ ഇറങ്ങി വരുന്നു സഹായിപ്പാൻ. അവൻ വേഗത്തിൽ ഇറങ്ങി വരും. ഒരു കാര്യം സമ്മതിക്കണം, അവന്റെ സഹായം കിട്ടണമെങ്കിൽ മാഷെ അടുത്ത വാക്യം ഒന്ന് നോക്കിയിട്ട് പറയണം. യഹോശാഫാത്ത് പറഞ്ഞു, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിലും നിന്ന്. കുറിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് പോയോ മോനെ? അത് പോയി. ഓക്കെ, വായിച്ചോ. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിക്കുവാൻ വന്നു. നമ്മുടെ ഈ ഇത് എപ്പോഴും കംപ്ലൈന്റ് അല്ലേ?
ഒരെണ്ണം ശരിയാക്കുമ്പോൾ മറ്റത് പോകും, അത് ശരിയാക്കുമ്പോൾ ഇത് പോകും. യേശുവിൻ്റെ നാമത്തിൽ മൊത്തം LED വരട്ടെ ഇവിടെ. ഒരാമയും പറ. ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മുഴുവൻ LED വെക്കാം. 10 ലക്ഷം രൂപയുടെ LED വെക്കാം. അപ്പോൾ ഈ പ്രൊജക്ടർ ഇങ്ങനെ മാറി മാറി മേടിക്കും, ഇതടിച്ചു പോകും, പിന്നെ പോകും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറ. LED വരട്ടെ. അത് വരും നിശ്ചയം. അടുത്ത വാക്യം വായിക്കും. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ. അപ്പൊ ദൈവത്തോട് സഹായം ചോദിപ്പാൻ യഹോശാഫാത്ത് ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത അയ്യോ സ്തോത്രം. ആ വാക്യം എല്ലാവരും ഒന്ന് വായിച്ചേ. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും. മാഷേ എല്ലാരും എടുത്തിട്ടില്ല. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം. എനിക്ക് നിർബന്ധമാ ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കണമെന്നുള്ളത്, അതുകൊണ്ട് എടുത്തിരിക്കണം. വായിച്ചോ. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. നമ്മുടെ ദൈവത്തിന് എന്തുണ്ട്? ശക്തിയും ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട്. അടുത്ത വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അടുത്തത്. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള. കർത്താവേ, നിനക്ക് വലിയ ശക്തിയും പരാക്രമവും ഉണ്ടല്ലോ. താഴ്ത്തോട്ട് വേഗം വായിച്ചോ. ആമേൻ. 9-ാം വാക്യം. അതിൽ തിരുനാമത്തിന് വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ മിസ്രയീം ദേശത്ത് നിന്ന് വരുമ്പോൾ അവർ അമോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിക്കുവാൻ നീ അനുവാദം കൊടുത്തില്ലയോ? അനുവാദം കൊടുത്തില്ലല്ലോ, അങ്ങനെയല്ലേ? അനുവാദം കൊടുത്തെന്നല്ല, കൊടുത്തില്ലല്ലോ. അടുത്ത വാക്യം. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. അവർ അവരെ നശിപ്പിക്കാതെ നീ അനുവാദം കൊടുക്കാഞ്ഞത് കൊണ്ട് അവരവനെ വിട്ടുമാറി. ഒരു സ്വതന്ത്രം പറ. ദൈവം അനുവദിക്കാതെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ദൈവം അനുവദിക്കാതെ ഒരു ദുഷ്ടനും നിന്റെ നേരെ കൈ നീട്ടില്ല. ദൈവം അനുവദിക്കാതെ ഒരു പിശാചും നിന്നെ തോണ്ടാൻ വരത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരു രോഗശക്തിയും നിന്റെ മേൽ വാഴുകയില്ല. ഒരു ക്യാൻസറും വാഴുകയില്ല. ഒരു അന്ധകാര വ്യാപാര ശക്തിയോ നിന്റെ മേൽ വാഴുകയില്ല. കുടഞ്ഞുകളോ ചില രോഗശക്തികൾ കുടഞ്ഞുകളോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില രോഗമണ്ഡലങ്ങൾ കുടഞ്ഞുകളോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ ഷുഗറും, എല്ലാ പ്രഷറും, എല്ലാ കൊളസ്ട്രോളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ കൂട്ടഞ്ഞു കളയുന്നു. എല്ലാ രോഗശക്തികളെയും ഞങ്ങൾ ശാസിക്കുന്നു. ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. വായിച്ചോ മാഷേ. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയുവാൻ. ഞങ്ങളെ എന്ത് ചെയ്യാൻ? നീക്കിക്കളയുവാൻ. നീ തന്ന അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ ശ്രദ്ധിക്കണേ, ആ വാക്യം ശ്രദ്ധിക്കണേ. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തില്ല? ശക്തിയില്ല. ദൈവത്തോട് സഹായം ചോദിക്കുമ്പോ നമ്മൾ ആദ്യം സമ്മതിക്കണം, എനിക്കെന്തില്ല? പറ. ശക്തിയില്ല. എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്നവന് ദൈവം ഒന്നും ചെയ്യില്ല. ദൈവസന്നിധി സറണ്ടറാകുന്നവന് വേണ്ടി ദൈവം എഴുന്നേക്കും. പറയണം, എനിക്ക് ശക്തിയില്ല. ഒന്ന് പറഞ്ഞേ. ഹടിയനിതാ ദേവാ, ഹടിയനിതാ
കരമൊന്ന് ഉയർത്തിക്കൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമല്ല. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ. അപ്പാ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് എന്തില്ല, ഇവരുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിവില്ല. ദേവദാസന്മാരെ, അത് നമ്മൾ എവിടെ സമ്മതിക്കുന്നോ അവിടെ നിന്നെ രാജാവിനെ പോലെ നിർത്തും. ഒരു ഹല്ലേലൂയ പറ. നമ്മൾ അങ്ങ് സമ്മതിക്കണം, ഞങ്ങൾക്ക് കഴിവില്ല. ഞാൻ ആ വാക്യം വായിപ്പിക്കുന്നില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ പുള്ളി പറയാ, ഈ സമൂഹത്തോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല. ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് ശക്തിയില്ല, പിന്നെ താഴ്ത്തോട്ട് അവസാനിക്കുന്ന മുമ്പ് പുള്ളി പറയുന്നു, അപ്പൊ ഞങ്ങൾക്കും ശക്തിയില്ല, പറ എനിക്കും ശക്തിയില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ മുറി വൈദ്യൻ കേട്ടിട്ടില്ലേ? മുറി വൈദ്യൻ ആളെ കൊല്ലും. ചിലർക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി അറിയാമെങ്കിൽ പിന്നെ എല്ലായിടത്തും എനിക്കെല്ലാം അറിയാമെന്ന് പറയും. ഒരു രാമൻ പറഞ്ഞു. ഈ ആദ്യമായിട്ടൊക്കെ ചിലർക്ക് വല്ലതും ഇച്ചിരി കിട്ടിയ പിന്നെ ആദ്യം കണ്ടങ്ങ് എല്ലാം അറിയാവുന്നൊരു മട്ട. നമ്മുടെ പരാജയം അവിടെ ആരംഭിക്കും. ഞാൻ ഈ ചിലരെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഈ മീൻകറി വെക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി മേടിച്ച് മീൻ വെക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവള് മീൻകറി വെക്കുന്ന കാശ്മീരി മുളക് പൊടി ഇട്ടാം. സ്തോത്രം. ഒരു ദിവസം ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് സിന്ധുവിന് ക്ലാസ് എടുക്കുക. സിന്ധു ചേച്ചി, എന്തോ കാശ്മീരി മുളക് പൊടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? എന്ത് ടേസ്റ്റാന്നറിയോ? അപ്പൊ ഇവള് ആണാ സിന്ധു ചേച്ചി, കാശ്മീരി മുളക് പൊടി ഇന്നടുത്ത് കിട്ടും. ആണാ മോളെ? എനിക്ക് ലീവിങ്ങിൽ ഇരുന്നിട്ട് ചൊറിഞ്ഞു കയറിയ. ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വരുന്ന സായിപ്പന്മാർക്ക് അവരുടെ ഫുഡ് വെച്ച് കൊടുത്തവളാ ഇവൾ ഇങ്ങനെ പാപത്തെ പോലെ അങ്ങനെ ഇരിക്കുക. ഒന്നറിയാം. അപ്പൊ വരുന്നവരെല്ലാം ഇവക്ക് ക്ലാസ് എടുക്കുക. എന്നാ ഈ പൊട്ടി പറയണ്ടേ പോടിയെന്ന്. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ചൊറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പൊട്ടി, കഴിഞ്ഞ 24 വർഷമായിട്ട് കാശ്മീരി മുളക് പൊടിയല്ലേ നീ ഉണ്ടാക്കുന്നേ? അപ്പൊ അവൾ എന്നോട് പറയാ, അവർക്ക് പറഞ്ഞപ്പോൾ അവർക്ക് സുഖം കിട്ടിയെങ്കിൽ എന്തിനാ നമ്മളെ സുഖം നശിപ്പിക്കും? ഞാൻ ഓർത്തു, ദൈവമേ, കഴിഞ്ഞ 10-21 വർഷമായിട്ട് ഞാൻ ഗൾഫിൽ പോവുകയും പല ദാനം കൊണ്ടുവന്ന് ഓടിക്കുകയും ഒക്കെ കാണുന്നവളാ അവള്. ചിലർ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സിന്ധു ചേച്ചി, അപ്പൊ ഇവള് സിന്ധു ചേച്ചി കാൽബറീസ് കണ്ട? അയ്യോ മോളെ, ഇതെവിടെ കിട്ടും? അപ്പൊ അവൾ ആദ്യമായിട്ട് ബൗ വെക്കുന്ന അപ്പളാ. വാവ്! ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വിരലൊക്കെ ഇങ്ങനെ തരിക്കും. ഞാൻ റെഡി പൊട്ടി,
21 വർഷമായിട്ട് നീ ഇതല്ലേ ഞാൻ കൊണ്ടുവന്ന് തിന്നുന്ന പറഞ്ഞുകൂടി അവരോട്. ഇത് ഞാൻ തിന്നുന്നതാ, ഇത് എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം ഇവക്കറിയാം, ഇതെല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്തവൾ. അപ്പൊ അവളിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. എനിക്കാണെങ്കിൽ ഇവൻ വന്നിട്ട് പറയുക, ഭാഷേ ഞാൻ എനിക്കുണ്ടോ എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ എടുത്തടിക്കുന്ന ഒരാളാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഇവളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുന്നതാ. പക്ഷെ എന്തൊക്കെ അനുഭവിച്ചാലും, എന്തെല്ലാം ജീവിതത്തിൽ തനിക്കുണ്ടെന്ന് പറഞ്ഞാലും, താൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോൾ, മോളെ ഞാനത് ചെയ്തതാന്ന് ഇന്നുവരെ കേട്ടിട്ടില്ല, എല്ലാം ഇരുന്ന് പൊട്ടിയെ പോലെ കേൾക്കും. ഒരു ദിവസം എന്നോട് താൻ വീട്ടിൽ വെച്ച്, നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, നമ്മളതവിടെ തിരിച്ച് ഞങ്ങൾക്കത് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കെന്ത് കിട്ടും? അവരത് പറഞ്ഞു തരുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തെ നമുക്ക് പങ്കുചേർന്നൂടെ? ഇതെന്റെ മണ്ടയെ തുറന്നു. സ്തോത്രം, സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവം പറയുക. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചിലത് പറയുമ്പോൾ സാവധാനത്തിലിരുന്ന് കേൾക്കാൻ ദൈവം ഒരു അവസരം തന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് കഴിവില്ല. 2, എനിക്ക് കഴിവില്ല. ഈ 2 കാര്യം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ദൈവം പതിയിരിപ്പുകാരെ വരുത്തി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഇറക്കി വിട്ടു. ഇന്ന് പകൽ പരിശുദ്ധ പറയുന്നു, ദൈവത്തോട് സഹായം ചോദിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഇന്ന് പകൽ ഇറങ്ങി വരുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ജീസസ്, ആമേൻ. ഓക്കെ, ഇനി നമ്മൾ വിട്ടോ, നമ്മൾ വേഗത്ത് വരാൻ പോയ ആമേൻ. വൈരിയുടെ നേരെ 108:12. ആമേൻ. ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമത്രേ. ഇനി വൈരികളെ പരാജയപ്പെടുത്താൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി കുറിച്ച് വെക്കണം. ഇനി കേവലം കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. അല്പം വേഗത്തിൽ വേണം പോകാൻ. അപ്പോസ്തലപ്രവൃത്തി 1:14. ഇവരെല്ലാവരും സഹോദരന്മാരായ പുരുഷന്മാരെ, അതല്ലല്ലോ 1:14. അപ്പോസ്തലപ്രവൃത്തി 1:14. സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. വൈരികൾ കീഴടങ്ങാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാനൊരു ദൂത് പറഞ്ഞാൽ ആ ദൂതിനോട് പ്രതികരിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥന 4 പേരുണ്ടെങ്കിൽ 4 മുറിയിലല്ല, 4 മുറിയിൽ 3 മുറിയും അടച്ചുപൂട്ടി ഒരു മുറിക്കകത്ത് മുട്ടുമടക്കട്ടെ. ജീസസ്, 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 ജീസസ്. പരിശുദ്ധന പറയുന്നു, കുടുംബത്തിനകത്ത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ വൈരിയുടെ എതിർപ്പുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറും. പരിശുദ്ധന പറയുന്നു, പ്രാർത്ഥന ഒരുമനപ്പെട്ട്. ദേവദാസന്മാരെ, ഒരാൾ പ്രാർത്ഥിക്കാൻ മുകളിലോട്ട് പോകും, ഒരാൾ പ്രാർത്ഥിക്കാൻ താഴോട്ട് പോകും, ഒരാൾ പ്രാർത്ഥിക്കാൻ റബ്ബർ തോട്ടത്തിലോട്ട് പോകും. കൊച്ചുങ്ങളെല്ലാം കൂടി മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. നോ, ഇനി ചെയ്യരുത്. ഇന്ന് രാവിലെ ഞാൻ ആ ദൈവശബ്ദം കേട്ടു. ആത്മാവനോട് പറഞ്ഞു, നിനക്കെതിരെയുള്ള വൈരികളെ ജയിക്കാൻ കുടുംബം ഒരുമനപ്പെട്ട് മുട്ടുമടക്ക്. ഒരു തീകത്തും പരിശുദ്ധൻ പറയുന്നു, സമയം കണ്ടെത്തുക. 2 2ആയിട്ടല്ല, 4 മുറിക്കകത്തല്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ. കുടുംബം ഒരുമനപ്പെടട്ടെ. മാതാവ്, പിതാവ്, കുഞ്ഞുങ്ങൾ ഒരുമനപ്പെടട്ടെ, മുട്ടുമടക്കട്ടെ, പായിടട്ടെ. പ്രാർത്ഥന ഒരു തീയാണ്.
പ്രാർത്ഥന ഒരു ശക്തിയാണ്. ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥന ആത്മാവിന്റെ തീനാളമാ. ആത്മാവിൽ കത്തുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് സഭ ഒരുമിച്ചോ. ജീസസ്. സഹോദരങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങൾ എവിടെയെല്ലാം പ്രശ്നം നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളും മുറിക്കകത്ത് കയറും, വാതിലടക്കും. ചോദിച്ചു നോക്ക്, ഞങ്ങൾ 4 പേര് ഇവിടെ കൈ കോർക്കും, വാവിട്ട് കരയും. ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. മക്കളെ നിർത്തിക്കൊണ്ടാ പറയുന്നത്. അവന് 21 ദിവസം ഉപവാസമാ. വെളുപ്പിന് 5 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. ഉച്ചക്ക് 1:30 മണി വരെ ഡ്യൂട്ടിയാ. ഈ കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കുന്നേ. അതും ചെയ്തുകൊണ്ടായി 21 ദിവസം ഉപവാസം ഇരിക്കുന്നേ. എന്താണെന്നറിയോ അവരിങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്? അപ്പനും അമ്മയും അനുഭവിച്ച പ്രതിസന്ധിയിൽ അപ്പന്റെ അമ്മയുടെ കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടവരായിവർ. മക്കളെ നിർത്തിയിട്ടാ പറയുന്നേ. മക്കൾ വല്ല വഴിക്കും പോയിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുകയല്ല, അവരെന്റെ കൂടെയാ നിൽക്കുന്നത്. അത് അനുഭവിച്ചത് കൊണ്ടാ പറയുന്നത്. ഒരുമിച്ച് മുട്ടമടക്ക്. അവൻ 4 വഴിക്കല്ല, 4 മുറിയിലല്ല. അവൻ കുടുംബം ഒരുമിച്ച് മുട്ടമടക്കിയാൽ വൈരികളുടെ എതിർപ്പ് ദൈവം ശാസിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള പല വീടുകളും കേൾക്കണോ നിങ്ങൾക്ക്? സ്കൈപ്പിൽ വന്നിട്ട്, ഖത്തറിലും കുവൈറ്റിലും ഇരിക്കുന്ന അച്ചായ സ്കൈപ്പിൽ വന്നിട്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങൾ ഈ സഭയിലുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാം. അവര് രാജ്യത്തില്ല, അവര് വിദേശത്താ. പക്ഷെ അവര് 7 മണിയാകുമ്പോ സ്കൈപ്പിൽ വരും. അമ്മയും മക്കളും മുട്ടുമടക്കും. ആ മനുഷ്യൻ അവിടെ മുട്ടുമടക്കും. അവിടെ ജീവിതത്തിൽ താഴ്ചയല്ല, അവർ ഉയർച്ച പ്രാപിക്കും. ഈ 6-ാമത്തെ ദിവസം പരിശുദ്ധാത്മ പറയുന്നു, വൈരികൾ കീഴടങ്ങണോ? എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന അവിടെ പറ, ഒരുമനപ്പെടണം. ജീസസ് നെയിം. ആമേൻ. താൻ പ്രാർത്ഥിച്ചോ, ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറയരുത്. ഞാൻ പ്രാർത്ഥിച്ചടി നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറയരുത്. പ്രാർത്ഥന വ്യക്തിപരമായി ടൈമിങ് വെച്ചോ, പക്ഷെ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചായിരിക്കണം. ഒരു സ്വത്രം പറ. 4 പാട്ട് ബുക്കും എടുക്കരുത്, ഒറ്റ പാട്ട് ബുക്ക് എടുക്കാവൂ. പാലക്ക പോലെ പിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കരുത്. അപ്പൻ എന്തതിശയം എടുക്കുമ്പോ അമ്മ നീങ്ങിപ്പോയി എടുക്കരുത്. അമ്മ നീങ്ങിപ്പോയി എടുക്കുമ്പോ there is power എടുക്കരുത്. 4 പാട്ടുബുക്ക് എടുത്തു വെച്ച് 4 ടൂണി പാടരുത്. ഒരുമിച്ച് കൈയടിച്ച് പാടി ആരാധിക്കണം. ഞാൻ ആളെയൊന്നും പറയുന്നില്ല. ഒരു കുടുംബ പ്രാർത്ഥന സന്ധ്യക്ക് നടക്കുമ്പോ തൊട്ടടുത്ത വീട്ടിൽ മന്ത്രവാദം ചെയ്യാൻ വന്ന മന്ത്രവാദി പറയുക, ഇവന്റെ പ്രാർത്ഥന കാരണം എനിക്ക് മന്ത്രവാദം ചെയ്യാനൊക്കുന്നില്ലെന്ന്. ഭൂത മനസ്സിലായോ? അത്ര പവർഫുള്ള കുടുംബ പ്രാർത്ഥന, ഒരു മനസ്സുള്ള പ്രാർത്ഥന. അയ്യോ, ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയെ സ്ഥാനപ്പെടട്ടെ. ഹലോ, ആമേൻ, ആമേൻ. പിന്നെ ഈ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ടിക്കറ്റ് എടുത്തിട്ടൊന്നും കയറിയിരിക്കരുത്. മനസ്സിലായി കാണും. ചില അമ്മച്ചിമാർ കൊച്ചുങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ എഴുന്ന തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് എടുത്താൽ കാസർഗോഡ് വരെയാ. പറന്നു പോണ കാക്കക്ക് വരെ പ്രാർത്ഥിക്കും. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. പിള്ളേർക്കൊരു ബോറടി ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ തലമുറയുടെയൊക്കെ പൾസ് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. സ്വതന്ത്രം പറഞ്ഞേ.
അവരെ പിടിച്ചിരുത്തിയിട്ട് നാട്ടുകാർക്കും ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ ഈ ഉണർവിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കരുത്. അവരെ ഇരുത്തിയിട്ട് അവർ വിശുദ്ധിയോടും വേർപാടോടും നിൽക്കാൻ സഭയ്ക്ക് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടിയും അവരുടെ ഭാവിക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ പറയണം. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഞാനൊരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാനും സിന്ധുവും കൂടി ഒരു വീട്ടിൽ ചെന്നു. 2.5 മണിക്കൂർ ഞങ്ങൾ ആ വാതിക്കിരിക്കേണ്ടി വന്നു. എത്ര പിള്ളേരിക്കും? അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആത്മനിയോഗത്തോടെ ആയിരിക്കണം ആ പ്രാർത്ഥന. ഒരു സ്വതന്ത്രം പറ. ഈ സഭായോഗം വേറെ, പിന്നെ എന്ത് വേറെ? ഞങ്ങളിവിടെ കാണിക്കുന്നൊന്നും വീട്ടിൽ ചെന്ന് നിങ്ങൾ അഭിനയിക്കാൻ നിൽക്കരുത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടുന്നവരെ ഈ പുള്ളി പാടി മനുഷ്യനെ കൊല്ലുകയാച്ച എന്ന് വെച്ചാൽ നമ്മളിവിടെ പാടില്ലേടാ. ഇതുപോലെ പുള്ളി എഴുതിക്കൊണ്ട് പോവുകയാണ്. ഇന്ന പാട്ട് കഴിഞ്ഞ് ഇന്നത് നീ പാടുന്നില്ല, ഇതൊക്കെ പുള്ളി എഴുതിക്കൊണ്ട് പോയിട്ട് വീട്ടിൽ പാടുക. ട്യൂണുണ്ട കുഴപ്പമില്ല. ഒരു പാട്ട് പാടുമ്പോൾ ഒരു ട്യൂണൊക്കെ വേണ്ടേ? ഇത് ഒരു ട്യൂണുമില്ലാതെ പാടുകയാ. പിന്നെ എന്താ പാടേണ്ടതെന്ന് പലർക്കും ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാൻ ചെന്നാ സന്ധ്യക്ക്. അപ്പോൾ അവിടെ കുടുംബ പ്രാർത്ഥനക്ക് പാടുന്നത് മറ്റേ കർത്തൃമേശയുടെ പാട്ടില്ലേ? അതല്ല, വേറെ നമ്മൾ പാടുക സാധാരണ. ആ പാട്ട് പാടിയാണ്. അപ്പൊ പാട്ട് പാടി കഴിഞ്ഞപ്പോ ഇളയവൻ ചോദിച്ചു, അപ്പോ എന്തേന്ന്? അപ്പനിപ്പോ പാടിയ കർത്തൃമേശയുടെ പാട്ട്. അപ്പൊ പുള്ളി ശരിയാണല്ലേ, കർത്തൃമേശയുടെ പാട്ട്. അപ്പൊ എന്താ പാടുന്നത് പോലും പലർക്കും പറ. അങ്ങനെയൊന്നും പാടരുത്. കുടുംബ പ്രാർത്ഥനക്കൊക്കെ ഇരിക്കുമ്പോൾ ഇത്തിരി നല്ല രീതിയിൽ ഇരിക്കണം. ഒരു അല്ലലിയോ എന്ന് പറഞ്ഞേ. പാടാൻ ട്യൂണൊന്നും ഇല്ലെങ്കിൽ നീ ദൈവത്തെ ഓർത്തെന്ത് ചെയ്യരുത്. സ്തോത്രം. കുടുംബ പ്രാർത്ഥന ഒരു മനസ്സോടെ ആയിരിക്കണം. അപ്പൊ വൈര് കീഴടങ്ങാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്നൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലേ? ദേ വരുന്നുണ്ട്, ഇതിനേക്കാൾ കട്ടിയായിട്ട് വരുന്നുണ്ട്. പിടിച്ചോ പറഞ്ഞ് വേഗം നിർത്താം. എവിടെയാ അവൻ? വൈരികൾ കീഴടങ്ങാൻ സഭ എന്ത് ചെയ്യണം? എപ്പോ പ്രാർത്ഥിക്കണം? ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇനി 2, കുടുംബത്തിനകത്ത് ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ നിനക്കെതിരെ നിൽക്കുന്ന വൈരികൾ കീഴടങ്ങും. 2, നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വൈരികൾ കീഴടങ്ങും. വായിച്ചേ. അവൻ 55-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മോനെ. സങ്കീർത്തനം 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. ഇത് എന്ത് കണക്കാന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. നമ്മള് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് എങ്ങനെയാ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. പക്ഷെ ദാവീദിന്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. എവിടെയാ? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. വൈരികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കുടുംബം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. 2, വ്യക്തിപരമായ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഉയരട്ടെ. ആത്മാവെന്നോട് പറഞ്ഞു, മുട്ടുമടക്കാൻ തയ്യാറുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിന് നടുവിലുണ്ട്? ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ കഴിവുള്ള എത്ര ദൈവമക്കളുണ്ട്? പ്ലീസ്, പരിശുദ്ധന പറയുന്നു, സഭയുടെ പ്രാർത്ഥനയല്ല, ഒരുമനപ്പെട്ട കുടുംബ പ്രാർത്ഥനയല്ല. ദാവീദ് പറയുന്നു, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. പരിശുദ്ധന പറയുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരുവനെയും പിശാച് തൊടുകയില്ല. സ്വതന്ത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പ്രസംഗിക്കുന്നവനെ, മക്കളെ ഇത് കുറിച്ച് വെച്ചോ. പ്രസംഗിക്കുന്നവനെ പിശാചിന് ഒരു പേടിയുമില്ല. ഉണ്ടോ ദേവാസനെ? ഉണ്ടോ?
ഉണ്ടോ? കേട്ടോ, ഞാൻ എന്നെ കൂടിയാ പറയുന്നേ. പ്രസംഗിക്കുന്നവനെ പിശാചിന് എന്തില്ല? പറ. പാടുന്നവനെ പേടിയില്ല, കീബോർഡ് വായിക്കുന്നവനെ പേടിയില്ല, അവൻ പ്രബന്ധം തയ്യാറാക്കുന്നവനെ പേടിയില്ല. ഈ ലോകത്ത് പിശാചിന് ഭയമുള്ള ഒരു കൂട്ടരേ ഉള്ളൂ. ജീവിത വിശുദ്ധിയോടെ നിന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലം അടക്കുന്ന, മുട്ടുമേലിരുന്ന് മണിക്കൂറുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തൻ, ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി, ഒരു കുഞ്ഞ് ഒരു ദേശത്തുണ്ടോ? പിശാചിന് ഭയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്, ദൈവത്തിന് സ്തോത്രം പറ, ദൈവത്തിന് ആമേൻ പറ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുക. പ്രാർത്ഥിക്കുന്നവന്റെ നേരെ അനാവശ്യമായി ഒരു വാക്ക് പറയാൻ ജനം ഭയപ്പെടും. പ്രാർത്ഥിക്കുന്നവന്റെ നേരെ വിരൽ ചൂണ്ടാൻ ആളുകൾ ഭയപ്പെടും. ദൈവദാസന്മാരെ, വ്യക്തിപരമായ പ്രാർത്ഥന. ദാവീദ് പറയുന്നു, ഞാൻ വൈകുന്നേരവും കാലത്തോ ഉച്ചയ്ക്കോ എന്റെ സങ്കടം ബോധിപ്പിച്ചോ ഞാൻ കരയോ. ശത്രു വൈരികൾ ബന്ധിക്കപ്പെടണോ, നിന്റെ പ്രാർത്ഥന ശക്തമാവട്ടെ. എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ എനിക്ക് തിരിച്ച് തീർക്കാനൊക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ ഭയങ്കര പേടിയാ പിശാചിന്. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്നവനെ സ്വർഗമറിയും, പ്രസംഗിക്കുന്നവനെ ലോകമറിയും. നിങ്ങൾക്ക് ലോകമറിയുന്നവനാകണോ ദൈവം അറിയുന്നവനാകണോ? ഒരു സ്വതന്ത്രം പറ. പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രസംഗകനെ ദേശമറിയും, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം തിരിച്ചറിയും. ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കുമെതിരെ എത്ര പിശാച് കെട്ടിയാലും, എത്ര ശൗല് കുന്തം കൊണ്ട് നിനക്കെതിരെ വന്നാലും, ആ കുന്തമുനയുടെ മുമ്പിൽ നീ ഉടയാൻ അനുവദിക്കയില്ല. നിന്റെ പ്രാർത്ഥന പവർഫുള്ളോ. ഞാന് ഇവിടെ ഇരിക്കുന്ന ചില സഹോദരിമാരോട് പ്രവചനാത്മാവി പറയുന്നു, നിന്റെ തലമുറ ജീവനോടിരിക്കുന്നത് നിന്റെ പ്രാർത്ഥനയാണെന്ന് ആത്മാവെന്നോട് പറയുന്നു. ഇത് വെറുതെ പറയല്ല, പരിശുദ്ധന പറയുന്നു. നിന്റെ കുഞ്ഞ് തകർന്നു പോവാത്തത്, നിന്റെ തലമുറ ഉടഞ്ഞു പോവാത്തത്, പിതാവേ നിന്റെ കണ്ണുനീരോ നിന്റെ പ്രാർത്ഥനയോ. ഞാനൊരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാട് കണ്ടിട്ടാ പറയുന്നത്, ചില വാളുകൾ വെട്ടിക്കളയുന്നത് പോലെ ചില അനർത്ഥദൂതന്റെ വാളുകൾ ചില കുടുംബത്തിന് നേരെ, ചില തലമുറകൾക്ക് നേരെ പിശാചം നീട്ടിയത് ദൈവം വെട്ടിമാറ്റിയത്, ദൈവം വെട്ടിമാറ്റിയത് നിന്റെ പ്രാർത്ഥനയിലോ. അഭിഷിക്തന്മാരെ, ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. മക്കളെ, കുഞ്ഞുങ്ങളെ, കൈ കൂപ്പിക്കൊണ്ട് ഭാഷ പറയാണ്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. മക്കളെ, കുഞ്ഞുങ്ങളെ, മുറിക്കകത്തേക്ക് ഒരു പായിട്, ഒന്ന് മുട്ടുമടക്കി നോക്ക്. എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത BIJU എന്ന് എൻ്റെ പേര് പോലും കൂട്ടി പറയാൻ അറിയാതിരുന്ന ഒരു മണ്ടനായിരുന്നു ഞാൻ. സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലും എനിക്കില്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞ 29 പരം വർഷമായി സ്റ്റേജുകളിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് മാറ്റി നിർത്തിയതിൻ്റെ കാരണം കഴിവല്ലെന്നേ, മിടുക്കല്ലെന്നേ, ഒരൊറ്റ കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരിക്കലൊരു അവസരം തന്നു. ആ പ്രാർത്ഥനയാ ദൈവം ഇവിടെ നിർത്തിയത്. പ്രാർത്ഥിക്ക് അന്യമാരെ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവം ഇറങ്ങി വരും. നിന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരും. ദൈവം നിങ്ങളോട് സംസാരിക്കും. നിന്റെ കരം അവൻ പിടിക്കും, നിന്റെ തലയിൽ അവൻ കൈവെക്കും, നിന്റെ നാവിനെ അവൻ തൊടും.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഇപ്പോൾ ഇവരുടെ മേൽ വീഴുകയാ. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം, പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകരും. കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ ശൗല് വചനം എഴുതിയിരിക്കുന്ന എന്നാന്നറിയോ? അവൻ ഇപ്പോൾ മറന്നുപോയോ? അനന്യാസേ, നീ ചെന്ന് ശൗലെന്ന് പറഞ്ഞവനെ സ്നാനപ്പെടുത്തണം. അപ്പൊ അനന്യാസ് പറഞ്ഞു, അവൻ വളരെ ദോഷം ചെയ്തവനാ. അപ്പൊ കർത്താവ് പറയുക, അവൻ ഇന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടിയോ? അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് റെഫറൻസ് എന്ന് പറഞ്ഞു മാഷേ. 9:13 9 മോനെ, അപ്പോസ്തല പ്രവൃത്തി 9:13 മോനെ ഇട്ടോ. അതിന് അനന്യാസ്, കർത്താവ് അവനോട്, നീ പോവുക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അടുത്തത്, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, അതല്ലല്ലോ, അവൻ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു പദം പരിശുദ്ധാത്മന്റെ ഉള്ളിൽ തന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. കർത്താവ് അവനോട് 11-ാം വാക്യം, അതാ ഈ ആ വാക്യം പരിശുദ്ധാത്മ ഉള്ളിൽ തന്നു. അതുകൊണ്ടാ കർത്താവ് അവൻ എഴുന്നേറ്റ്, അല്ല 12-ാം വാക്യം മതി. അവൻ പ്രാർത്ഥിക്കുന്നു. ഹലോ ഒന്ന് പറഞ്ഞേ, അവൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥനക്കാരെ കൊല്ലാൻ പോയവൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന ചെറുതാണോ? പ്രാർത്ഥിക്കുന്നവരെ പിടിക്കാൻ പോയവൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. ഒരു ദൂത് പറഞ്ഞോട്ടെ, പ്രാർത്ഥനക്കെതിരായി നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചോ, അവൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനക്കെതിരെ നിൽക്കുന്നവരുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കരം ഉയർത്തിയവരുണ്ടോ? പ്രാർത്ഥനയ്ക്കെതിരെ ശക്തി ഉയർത്തിയവരുണ്ടോ? കരം വാക്കുകൾ ഉയർത്തിയവരുണ്ടോ? അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കെതിരെ നിന്നവൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. ആ ദൂത് കിട്ടിയല്ലോ, ഇനി നമുക്ക് വിടാം. എന്നിട്ട് നമുക്ക് ഇവിടെ വരാം. വേഗം പറയുക, എങ്ങനെ പ്രാർത്ഥിക്കണം? യോബിന്റെ പുസ്തകം എടുത്തേ, 22:27. വേഗം. നീ അവനോട് പ്രാർത്ഥിക്കും. യോബ് പറയുക, നീ യോബിന്റെ പുസ്തകം 22:27 വായിച്ചോ. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. ആമേൻ. 23-ാം വാക്യം, 22:23. സർവശക്തനിങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. എല്ലാരും ഒന്ന് പറഞ്ഞേ, അഭിവൃദ്ധി പ്രാപിക്കാൻ എന്ത് ചെയ്യണം? തിരിഞ്ഞാ മതി. ഇതൊരു വാക്യം അങ്ങ് കുറിച്ചിട്ടേക്കണം. എനിക്കൊരു അഭിവൃദ്ധി ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണം? സമ്പുരാനിലേക്കൊന്ന് തിരിഞ്ഞാ മതി. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. പക്ഷെ ഒരു കാര്യം, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയണം. നീതികേട് നിന്റെ കൂടാരത്തിൽ നിന്ന്. സ്ഥലവും പേരും ഒന്നും ചോദിക്കരുത്. ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി, ഭയങ്കര പ്രാർത്ഥനക്കാരനാ. ബിസിനസ് എന്താണെന്നറിയോ? കൊട്ടുപൊടി കച്ചവടം. ഭയങ്കര പാട്ട് പ്രാർത്ഥനയാ. കൊട്ടുപൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചാരായം വിൽപ്പനയാ. ഭയങ്കര പ്രാർത്ഥനയാ. സർവസത്വങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. പക്ഷെ അടുത്ത ദൂത്, നീതികേട് നിന്റെ കൂടാരം എന്ന് വെച്ചാലേ, അനാവശ്യമായ ബിസിനസ് ഒന്നും നിന്റെ കൂടാരത്തിൽ ഉണ്ടാവരുത്.
ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അനാവശ്യമായതൊന്നും നിന്റെ വീട്ടിൽ ഉണ്ടാവരുത്. ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്നെങ്കിൽ പോലും ആ ചായ കുടിക്കാൻ യോഗ്യതയുള്ളവനെ കൊടുക്കാവൂ. എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവപ്രവർത്തികളെയും കുറ്റം പറയുന്ന ഒരുവനും ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്റെ കൈ കൊണ്ട് കൊടുക്കരുത്. അവന്റെ ശാപം പോലും നമ്മുടെ തലയിൽ വലിച്ചു വെക്കരുത്. എൻ്റെ കൂടാരത്തിനകത്ത് നീതികേടുണ്ടാവല്ലേ. ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ എന്താണെന്നറിയില്ല, ഒരു കാര്യം എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. ഞങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ 5-6 പേര് ഒരുമിച്ച് സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ടത് കുറച്ച് പുറത്തോട്ട് മാറി. കുറച്ച് പേർ സ്നാനപ്പെട്ടത് ഡാനിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ. ഡാനിക്ക് നന്നായിട്ടറിയാം. ഇവർ എല്ലാവരും അവരുടെ വീട്ടിൽ വൈകിട്ട് പാട് കൂടും. മിച്ചറും ചിപ്സും ഒക്കെ മേടിച്ച് കട്ടൻ ചായ മേടിച്ച് വെച്ച് ഒരുമിച്ച് കൂടും. ആദ്യം കൂടിയത് പ്രാർത്ഥിക്കാനാ. പിന്നെ കൂടുന്ന എന്തിനാണെന്നറിയോ? ചിപ്സും മിച്ചറും കഴിച്ചിട്ട് സകലമാന പാർഷന്മാരെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. ആ വീട്ടിലെ ആൻറ്റി കാപ്പി ഇങ്ങനെ ഇട്ടു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ അവരാരെങ്കിലും വിശ്വാസത്തിൽ ഉണ്ടോ ഡാനി? ഇല്ല. ഡാനിയുടെ വീടിന്റെ തൊട്ടടുത്ത ഒരെണ്ണമില്ല. ആ ചായ ഇട്ട് കൊടുത്ത കുടുംബത്തെ കുറിച്ച് കേൾക്കണ്ടേ? അവരുടെ തലമുറ പിന്മാറ്റത്തിൽ പോയി. ആ കുടുംബം ആ ദേശം വിട്ടു പോകേണ്ട ഗതികേട് വന്നു. സാക്ഷിയാ, എൻ്റെ കൂടാരം നീതികേടുണ്ടാവരുത്. ഇത് കുറിച്ച് വെച്ചോ. ഒരഭിപ്രായം പറയാൻ പോലും, ഒരു ദൈവദാസനെ കുറിച്ചോ ഒരു ദൈവമക്കളെ കുറിച്ചോ ഒരഭിപ്രായം പറയാൻ പോലും എൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് പോലും വിട്ടുകൊടുക്കരുത്. ഒരു ശാപം എൻ്റെ കൂടാരത്തിൽ വരരുത്. ഒരു ശാപത്തിന്റെ കൂടാരമായി എൻ്റെ വീട് മാറരുത്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്. ഓക്കെ വേഗം അവൻ എന്തുകൊണ്ട് അവൻ നമ്മളെ സഹായിക്കും? എന്തുകൊണ്ട് വൈരികളുടെ നടുവിൽ ദൈവം വിടുതൽ തരും? 1, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. 2, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും അവൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തനെയും ഒരു വൈരിയും ജയിക്കയില്ല. ആമേൻ പറഞ്ഞേ. സ്തോത്രം. ഇനി സ്തോത്രം, സമയമായല്ലേ? ഞാൻ ഓടിച്ചു പറയാം. എന്തുകൊണ്ട് അവൻ നിങ്ങളെ സഹായിക്കും? സങ്കീർത്തനം 44 4-ാമത്തെ വാക്യം വേഗം വായിച്ചോ, കുറിച്ചിട്ടോ. ദൈവമേ, നീ എന്റെ രാജാവാകുന്നു, യാക്കോബിന് രക്ഷ കൽപ്പിക്കണം. എന്തുകൊണ്ട് ദൈവം വൈരികളെ നശിപ്പിക്കും? പറ. ദൈവമേ, സങ്കീർത്തനം 44 4-ാമത്തെ വാക്യം. ദൈവമേ, നീ എൻ്റെ രാജാവാകുന്നു. എല്ലാവരും പറ. എന്തുകൊണ്ട്? ശത്രുക്കൾ മുമ്പാകെ ദൈവം എനിക്ക് വിജയം തരും. എല്ലാവരും പറ, ദൈവം എൻ്റെ രാജാവാണ്. പറ എല്ലാവരും പറ, ദൈവം എൻ്റെ രാജാവാണ്. ദൈവം എൻ്റെ രാജാവാണ്. കടമയർത്തി ഉറക്കെ പറ, എൻ്റെ ദൈവം എൻ്റെ രാജാവായതുകൊണ്ട് വൈരികളുടെ നടുവിൽ എനിക്ക് ജയം തരും. എൻ്റെ ദൈവം രാജാക്കന്മാരുടെ രാജാവായതുകൊണ്ട്, എൻ്റെ ദൈവം മാത്രം രാജാതിരാജാവായതുകൊണ്ട്, എൻ്റെ ദൈവം രാജാക്കന്മാരുടെ രാജാവായതുകൊണ്ട് ഒരു ചെറിയ ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഒരു ചെറിയ കുട്ടി ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. എൻ്റെ ദൈവ രാജാവാണ്. ആമേൻ. സ്തോത്രം. ഞാന് ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഞാന് ആ മേശപ്പുറത്തിരുന്ന് ഇങ്ങനെ ആത്മാവിലായി. അപ്പൊ സിന്ധു അവിടെ വന്നിട്ട് ഇതെന്തു പറ്റി? ഇപ്പൊ സംഭവിച്ച കാര്യം. ഞാൻ അവിടെ ഇരുന്നു ഇങ്ങനെ ആരാധിക്കുക. അപ്പൊ ഇവള് വന്നിട്ട് ചിരിച്ചിട്ട് എന്ത് പറ്റി? ഞാൻ ആത്മാവിലായതാ. അവിടെ എന്താ ഇന്നത്തെ മെസ്സേജ്? ഞാൻ മിണ്ടിയില്ല. ആത്മാവിലായത് എപ്പോഴാന്നറിയോ? ഈ വാക്യം വായിച്ചപ്പോഴാ. നീ എൻ്റെ രാജാവാകുന്നു.
ഉറക്കെ പറ, നമ്മുടെ രാജാവാരാ? പറ ദൈവമക്കളെ, പറ, നീ എന്റെ രാജാവാ. എന്റെ ദൈവം ആരാ? എല്ലാരും പറഞ്ഞേ, എന്റെ ദൈവം ആരാ? എന്റെ ദൈവം എന്റെ രാജാവാ. കർത്താതി കർത്താവ്, ദേവാതി ദേവന്, താൻ മാത്രം അമർത്യതയുള്ളവന്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തതുമായ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനോ താൻ മാത്രം അമർത്യതയുള്ളവർ. കർത്താവിന്റെ ആരാ? ഓ, യേശു ആരാ? ഉറക്കെന്ന് പറഞ്ഞേ. രണ്ടുപേരോട് മൂന്ന് പേരോട് പറ, കൈ കൊടുത്ത് പറ, യേശുവിന്റെ രാജാവാ, യേശുവിന്റെ രാജാവാ, യേശുവിന്റെ രാജാവാ, യേശുവിന്റെ രാജാവാ. യേശുവേ വന്ന് നീയല്ലോ ദൈവം. ആരാ? എന്റെ കൂടെ എന്റെ രാജാവുണ്ട് എന്ന് ഉറപ്പുണ്ടോ? ഇവിടുന്ന് പോകുമ്പോ പിച്ചക്കാരനെ കൊണ്ട് പോകുന്ന പോലെ പോകരുത്. എന്റെ കൂടെ ആരുണ്ട്? ആ പ്രൗഢിയിൽ വേണം പോവാൻ, ആ തൻ്റെ ഇടത്തോട് വേണം പോവാൻ. എന്റെ കൂടെ എന്റെ രാജാവുണ്ട്. ഓ, സൈന്യങ്ങളുടെ ദൈവം എന്റെ രാജാവാണ്. ആമേൻ. അവൻ രാജാവാണെങ്കിൽ അവൻ നമ്മളെ എന്ത് ചെയ്യത്തില്ല? തോൽപ്പിക്കത്തില്ല. പറ, ദൈവം എനിക്ക് രാജാവായിട്ടുള്ളത് കൊണ്ട് പിശാച് എന്നെ തോൽപ്പിക്കയില്ല. കൊരിന്ത്യർ ലേഖനം എടുത്ത 2 കൊരിന്ത്യർ ലേഖനം വേഗെടുത്തോ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്റെ കർത്താവ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ നമ്മൾ നേരത്തെ വായിച്ച 44-ന്റെ 4 ദൈവം എന്റെ രാജാവാകുന്നു. ഒരു വാക്യം കൂടി എനിക്ക് വായിക്കണം, 5-ാം വാക്യം കൂടി. ദൈവം രാജാവായാൽ എന്ത് ചെയ്യും? നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും. അപ്പൊ ദൈവം രാജാവായാൽ നമ്മൾ വൈരികൾ എന്ത് ചെയ്യും? തള്ളിയിടും. ഇതാ നമ്മുടെ മെസ്സേജ്. എല്ലാരും ഒന്നിങ്ങനെ പറഞ്ഞേ, കൈ കാണിച്ചാട്ട്. ദൈവം എന്റെ രാജാവായതുകൊണ്ട് ഞാൻ വൈരിയെ, മുൻപിലിരിക്കുന്ന ആളെ തള്ളിയിടരുത്. ഇതൊരു ആക്ഷനാണ്, ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ. പറ, ദൈവം എന്റെ രാജാവായതുകൊണ്ട് വൈരിയെ ഞാൻ തള്ളിയിടും. വൈരിയെ ഞാൻ എന്ത് ചെയ്യും? തള്ളിയിടും. എൻ്റെ മുമ്പിൽ നിന്ന് അട്ടഹസിക്കുന്ന, എൻ്റെ മുമ്പിൽ നിന്ന് അവൻ ആളാകുന്ന വൈരി ഇനി ആളാകാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ അവനെ തള്ളിയിടും. ആമേൻ. സ്തോത്രം. ഈ മെസ്സേജ് ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ള ദൂത. ഇനി വായിച്ചു മാഷെ 2 കൊരിന്ത്യർ ലേഖനം 2:11. ദൈവം രാജാവായതുകൊണ്ടും വൈരിയെ നമ്മൾ തള്ളിയിടുന്നത് കൊണ്ടും സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. സാത്താൻ നമ്മെ എന്ത് ചെയ്യരുത്? തോൽപ്പിക്കരുത്. വൈരി നമുക്ക് എതിരെ ഉള്ളത് കൊണ്ടും വൈരികളെ നമ്മൾ തള്ളിയിടുന്നത് കൊണ്ടും സാത്താൻ നിങ്ങളെ തോൽപ്പിക്കയില്ല. വൈകിട്ടത്തെ സെക്ഷൻ ഇന്നില്ല, ഒറ്റ സെക്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു 10 മിനിറ്റ് കൂടി കൂടുതൽ എടുക്കുന്നത്. അമ്മേ, ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയിട്ടും ഒന്നും കഴിക്കാനൊന്നും ഇല്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്നിരുന്നേ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. PSC ടെസ്റ്റിന്റെ ചെയർമാനാണ് അവൻ. നമ്മളെ പരീക്ഷിപ്പിക്കാൻ എന്നും ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കി പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു ചെയർമാനുണ്ട് നമുക്ക്. ആമേൻ. സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യരുത്. ഇനി അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, ശരിക്കും ഇത്തിരി കടുപ്പിച്ച് നോക്കിയിട്ട് പറ. ഒന്ന് പറ അടുത്തിരിക്കുന്ന ആളോട്, സാത്താൻ നിന്നെ പറഞ്ഞോ. ഇനി തിരിച്ചെന്ന് ചോദിച്ചേ, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ തോറ്റിട്ടുണ്ടായോ എന്ന് ചോദിച്ചേ. തോറ്റിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് പോയപ്പോ 1-ലോ 2-ലോ 3-ലോ വല്ലോ. സാധാ നിങ്ങളെ
ഞാൻ ഒരു ക്ലാസ്സും തോറ്റിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈവക്കരുത് ദൈവത്തെ. ഞാൻ ഒരു ക്ലാസ്സും തോറ്റിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹൃദയം കൊണ്ടൊരല്ലി പറഞ്ഞേ. ഇനി കര ഉയർത്തി ഒരു അല്ലി ഒന്ന്. നമ്മ ജയിച്ചു. ആമേൻ. ഒരല്ലി എന്ന് പറഞ്ഞേ. ഇനിയാണ് പറയുന്ന ദൂത് കേൾക്കേണ്ടത്. നമ്മുടെ മുന്നോട്ടുള്ള വഴികളെയും വാക്തത്വത്തെയും പിശാച് ബ്ലോക്ക് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ആ ഒന്നിലും രണ്ടിലും തോറ്റ പേപ്പർ എടുത്ത പിശാച് പറയുന്നത് 1-2 സപ്ലി ഉണ്ട്. എന്തുണ്ട്? പറങ്ങട് 1-2 സപ്ലി കിടപ്പുണ്ട്. അതാദ്യം എഴുതിയെടുക്ക്, എന്നിട്ട് മതി ആ ഫൈനൽ. സ്വത്രം പറഞ്ഞേ. ഈ 6ാമത്തെ ദിവസം ചിലത് പൊട്ടിക്കിടക്കുക, ചില നാവിൽ പൊട്ടിക്കിടക്കുക, ചില നോട്ടത്തിൽ പൊട്ടിക്കിടക്കുക, ചില സംസാരത്തിൽ പൊട്ടിക്കിടക്കുക, ചില കൊടുക്ക് വാങ്ങലുകളിൽ പൊട്ടിക്കിടക്കുക. ആത്മാവ് ഇടപെടുന്നു. ചിലതിനകത്ത് സപ്ലി എഴുതി കേറി വരട്ടെ. ആമേൻ. സാത്താൻ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഭയങ്കര വാക്യവാ ദൈവദാസന്മാരെ. സാത്താൻ നമ്മെ എന്ത് ചെയ്യരുത്. ആമേ ആമേ. ഒരല്ലി ഒന്ന് പറ. എന്നെ മനഃപൂർവ്വം തോപ്പിക്കാൻ ഒരു ടീച്ചർ എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാഞ്ഞത്. നമ്മെ മനഃപൂർവ്വം തോപ്പിക്കാൻ നമ്മുടെ പുറകെ നടക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. അവന്റെ മുമ്പിൽ ജയിച്ചു കയറണം. ഇത് മനസ്സിലായോ? ഒരു സ്ഥലത്തും തോറ്റുപോകരുത്. കൊടുക്കുവാങ്ങളിൽ തോറ്റുപോകരുത്. ജഡത്തിൽ തോറ്റുപോകരുത്. മനസ്സുകൊണ്ട് തോറ്റുപോകരുത്. ജയിച്ചു കയറണം. ഇവർക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ 6ാമത്തെ ദിവസം എൻ്റെ മക്കളോട് പറയുക, നിങ്ങൾ ജയിച്ച് കയറണം. അവൻ പരാജയപ്പെട്ട് തല കുനിച്ചു നിൽക്കണം. അവൻ പരാജയപ്പെട്ട് തല താത്തു നിൽക്കണം. പിശാച് പരാജയപ്പെട്ട് തല കുനിച്ചു നിന്നിട്ട് പറയണോ, എനിക്കിവരെ ജയിക്കാൻ കഴിയുന്നില്ലല്ലോ. എനിക്കിവരെ തോപ്പിക്കരുത്. ഒരു സ്വതന്ത്രം പറഞ്ഞു വേഗം പറ. സാത്താൻ നിങ്ങളെ അഭിഷിതന്മാരെ തോപ്പിക്കരുത്. ഒരു ചലഞ്ചാ. 94 മുതൽ 2023 വരെ ഈ പുൽപ്പിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഒരൊറ്റ ആഗ്രഹം, പിശാചിനെ തോപ്പിക്കരുത്. ഒരു രാജ്യത്ത് കൊണ്ടുപോയി എന്നെ തോപ്പിക്കരുത്. ഒരു പണത്തിലും എന്നെ തോപ്പിക്കരുത്. ഒരു അധികാരത്തിലും എന്നെ തോപ്പിക്കരുത്. ഒരു ജഡത്തിന്റെ ആഗ്രഹത്തിലും എന്നെ തോൽപ്പിക്കരുത്. ജയിച്ചു വാ. സഭ ജയിച്ചു വാ. കുടുംബങ്ങൾ ജയിച്ചു വാ. കരമടിച്ച് ആരാധിച്ചിട്ട് പറ, ഞാൻ തോക്കുകയില്ല. സ്തോത്രം. വിട്ടേര്. അപ്പോ ഈ തിരുവചനം പഠിച്ചു. വൈരികൾ നമുക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കേണ്ടതിന്, വൈരികളെ നമ്മൾ ജയിക്കേണ്ടതിന് ദൈവം നമ്മുടെ രാജാവാകുന്നു. അവൻ നിങ്ങളെ എന്ത് ചെയ്യരുത്. പറയുന്നേ, തോൽപ്പിക്കരുത്. വിട്ടേര്. എൻ്റെ അകത്ത് വേറൊരു നടന്നൊരു സംഭവം പൊങ്ങി വരുന്നുണ്ട് പറയാൻ കൃത്യമായത്. പക്ഷെ അതിപ്പോൾ പറയാനൊക്കത്തില്ല. അവർ ലൈവിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ്. അത് തലമുറക്ക് പറ്റിയ ഒരു ഉദാഹരണമായിരുന്നു. ഞാനത് ഇപ്പം പറയുന്നില്ല, പിന്നെ പറയാം. നിർത്താല്ലേ? ക്ഷീണിച്ചോ? നിങ്ങൾ ക്ഷീണിച്ചോ? അവൻ നിങ്ങളെ തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ 2 കാര്യം കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അവൻ നിങ്ങളെ തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ ഒരു സംഭവം ദാവീദിന്മേലുണ്ടായിരുന്നു. ഒന്ന് വായിക്കാമോ മാഷെ? ഒന്ന് വേഗം വായിച്ചേ. 89-ാം സങ്കീർത്തനം 20-21 വാക്യം. 89-ാം സങ്കീർത്തനം 20-21 വാക്യം.
ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട്. പക്ഷേ ഒന്ന് നിർത്തിക്കേ. ഞാൻ പറ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ദൈവം ദാവീദിനെ കണ്ടെത്തിയതാണോ ദാവീദ് ദൈവത്തെ കണ്ടെത്തിയതാണോ? ദൈവം ദാവീദിനെ കണ്ടെത്തി. ദൈവം. ഇനി തിരിച്ച് യേശു നമ്മളെ കണ്ടെത്തിയതാണോ നമ്മൾ യേശുവിനെ കണ്ടെത്തിയതാണോ? യേശു നമ്മളെ കണ്ടെത്തി. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാനത്രേ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ദാവീദിനെ കണ്ടെത്തിയതുപോലെ ദൈവം നമ്മെ കണ്ടെത്തി. നമ്മൾ അങ്ങോട്ട് പോയതല്ല, ദൈവം നമ്മെ തേടി വന്നതാണ്. നമ്മളെയൊക്കെ മിടുക്കന്മാരുണ്ടായിരുന്നു, നമ്മളെയൊക്കെ കഴിവുള്ളവരുണ്ടായിരുന്നു, നമ്മളെയൊക്കെ സമ്പന്നരുണ്ടായിരുന്നു. അവരെ തേടി പോവാതെ യേശു എന്നെ തേടി വന്നു. എന്തിന്? എന്നെ അഭിഷിക്തനാക്കി മാറ്റാൻ. വായിച്ചു 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 വായിച്ചു. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. വൈരികളെ ജയിക്കാൻ ദൈവം നിനക്കൊരു വിശുദ്ധ അഭിഷേകം തന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, ഇനി മുതൽ ഒരു പാസ്റ്ററെ കൊണ്ടും നിങ്ങൾ കൈവെപ്പിക്കാനോ ശാസിക്കാനോ പോകരുത്. വേണ്ടെന്നല്ല, നിയോഗമുണ്ടെങ്കിൽ ചെയ്തോ. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞു, ദാവീദേ, നിന്റെ വൈരിയെ ജയിപ്പാൻ ഒരു വിശുദ്ധ തൈലാഭിഷേകം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതുണ്ടെന്ന് തീരുമാനമുള്ള ഉറപ്പുള്ളവർ വലതുകരം തലയിലോട്ട് വെച്ചവർ അഭിഷേക തൈലം എൻ്റെ മേൽ ദൈവം ചെയ്തിട്ടുണ്ട്. എൻ്റെ മേൽ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ ഞാൻ അഭിഷേകം ചെയ്തു. 21 വാക്യം. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. അഭിഷേകം നിന്റെ മേലുണ്ടോ? ദൈവത്തിന്റെ കൈ നിന്റെ കൂടെ ഉണ്ട്. എല്ലാരും പറ, അഭിഷേകം എന്റെ മേലുണ്ടോ? ദൈവത്തിന്റെ കൈ എന്റെ കൂടെയുണ്ട്. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ ഭുജം അഭിഷേകമുള്ളവനെ ബലപ്പെടുത്തും. ഈ വചനമൊക്കെ പലരും കാണത്തില്ലെന്നേ, അതുകൊണ്ട് ഞാനിത് കുറിച്ചിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. എൻ്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർ വേണം ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ മേൽ അഭിഷേകമുണ്ട്, എൻ്റെ മേൽ അഭിഷേകമുണ്ട്. ഞാനിത് തിരിച്ചു വരട്ടെ. ഇത് പഴയ നിയമമല്ലേ, പുതിയ നിയമം എടുത്ത് 1 യോഹന്നാന്റെ ലേഖനം എടുത്ത് അതുകൂടി തെളിയിച്ചിട്ട് വേണം പോകാൻ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. അവൻ നിങ്ങളും ഞാനും ദാവീദ് പ്രാപിച്ചതിനേക്കാൾ ശക്തമായ അഭിഷേകം പ്രാപിച്ചവരാണ്. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ മേലെന്നുണ്ട്. വൈരികളെ ഒതുക്കാൻ ഒരഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. നമ്മൾ ഈ വചനം നമ്മുടെ അകത്ത് വരാത്ത കൊണ്ടാ നമ്മൾ ഈ പലരിടത്ത് ഓടി നടക്കുന്നേ. ഇനി അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ മേ കിടപ്പുണ്ട് സാധനം. ഒരു സ്വതന്ത്രം പറ. ആമേ ആമേ. ലാസ്റ്റ് വാക്യം. പ്രസംഗം തീർന്നിട്ടില്ല, 5 മണിയായാലും തീരില്ല, അത്രയും സബ്ജക്റ്റിനകത്തുണ്ട്. ലാസ്റ്റ് ഒരു വാക്യം തരാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2:35. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. നീ എന്റെ വലതുഭാഗം. ചില വൈരികൾ നിന്റെ മുമ്പിൽ നിന്ന് തകർക്കപ്പെടുന്നത് വരെ ദൈവസന്നിധിയിൽ ഇരുന്നോ. ദൂത് മനസ്സിലായോ? 21 ഇരുന്നെഴുന്നേക്കുമ്പോ നിന്റെ ശത്രു കാണത്തില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. ഇത് കർത്താവിനോടുള്ള ഒരു അരുളപ്പാടാണ്, എന്നാൽ ഇത് നമ്മോടുള്ള വ്യക്തിപരമായ ദൂതാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് പറ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. വൈരികൾ
എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ചാടി എഴുന്നേറ്റാട്ടെ. 2 മിനിറ്റ് മാത്രം. ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആത്മീക ദൂതുകൾ പരിശുദ്ധാത്മാവ് ഞാൻ നൽകി തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല ക്ഷീണിതനായിരുന്നു. ഞാൻ വളരെ ടയേർഡായിട്ടാണ് ഞാനിവിടെ കയറി വന്നത്. എനിക്ക് 1 മണിക്കൂർ പോലും നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചല്ല ഈ പുൽപ്പിറ്റിൽ കയറിയത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്നെ ദൈവം നിർത്തി. ആമൻ. ദൈവത്തിന്റെ കരുണ, നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരൊറ്റ ദൂത് ചോദിക്കുന്നു, ദൈവജനത്തോട് ചോദിക്കുന്നു, എൻ്റെ വൈരികൾ എൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കും. കാരണം എൻ്റെ ദൈവം എൻ്റെ രാജാവാണ്. എൻ്റെ തലയിൽ വിശേഷ തൈലമായ ഒരഭിഷേകം കിടപ്പുണ്ട്. എൻ്റെ ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥന, അവൻ വൈകിട്ടും രാവിലെയും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന എൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ എൻ്റെ വൈരി ഇനി പ്രബലനാകത്തില്ല. എത്ര പേർക്ക് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുക? ഈ 6ാമത്തെ ദിവസം ആത്മാവി ദൂത് പറയുന്നു, ഒരു വൈരിയും ഇനി നിന്റെ മേൽ പ്രബലനാകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഒരു ധ്വമേ ശത്രുവും ഇനി പ്രബലപ്പെടാൻ ദൈവം അനുവദിക്കയില്ല. ഒരു സെക്കൻഡ് എല്ലാം മറന്ന് ഒന്ന് ദൈവത്തെ ആരാധിച്ചേ. ആമേൻ.